എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം വെൽക്കം. താങ്ക് യു. നമുക്ക് ഒരു മിനിറ്റും കൂടി ഉണ്ടല്ലേ? നമുക്കൊന്നൊരു മിനിറ്റും കൂടി വരുന്നവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ധാരാളം ആളുകൾ താല്പര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പലരും എത്താനായിട്ട് സാധിക്കാതെ വരും. വെൽക്കം അതുൽ. ഓക്കെ, നമസ്കാരം. എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചില ഹീലിംഗ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും പലരും ഇപ്രകാരമുള്ള ഹീലിങ്ങിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്. അവർക്ക് ഹീലിംഗ് എപ്പോഴും മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ് അവർ നിൽക്കുന്നത്. ഇനി ദയവായിട്ട് നിങ്ങളുടെ മൈക്കുകളൊക്കെ നിങ്ങൾക്കൊന്ന് മ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സ്പീക്കറിൽ കൂടി എൻ്റെ ശബ്ദം തന്നെ ഹൗളിംഗ് ആയിട്ട് വരും. താങ്ക് യു. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ബേസ്ഡ് ഹീലിംഗ് ആണ്. വെള്ളം ഉപയോഗിച്ച് ആ വെള്ളം കൊണ്ട് എങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം, പല സ്പിരിച്വലും ഫിസിക്കലും അതുപോലെ തന്നെ സോളിഷായ ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും അതോടുകൂടി നമുക്ക് ഇന്നൊരു ഹീലിംഗ് സെഷനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്ടർ തെറാപ്പി കഴിഞ്ഞ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. ചിലരൊക്കെ അതിൽ ഇപ്പോഴും കയറിയിട്ടുണ്ട്, കൂടുതലും പുതിയ ആളുകളുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്കും അതുപോലെ തന്നെ പഴയ ആളുകൾക്കും പുതിയൊരു അനുഭവമായിട്ടിരിക്കട്ടെ. അതിൽ പുതിയ കുറേ കണ്ടന്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോഴ്സ് കഴിഞ്ഞത് 5 ദിവസം കൊണ്ടാണ് ഓൺലൈനിൽ ഏകദേശം 1 വർഷം മുമ്പ് വാട്ടർ ഹീലിങ്ങിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10-20 പേര് ആ കോഴ്സ് ചെയ്തു പോയവരാണ്. പലരും നല്ല അനുഭവങ്ങൾ പറഞ്ഞു. പക്ഷെ പലപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് മറന്നു പോകും. ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരാം. ഇന്ന് ഭൂമിയിലെ 75% നമുക്കറിയാം, കര വെറും 30% മാത്രമുള്ളൂ. 70% ഭൂമിയിൽ വെള്ളമാണുള്ളത്. ഭൂമിയിൽ വെള്ളം ഉള്ളപ്പോൾ തന്നെ മനുഷ്യനിലുള്ള വെള്ളത്തിൻ്റെ അംശം എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളതിനുള്ള കണക്കുകളുണ്ട്. ആവറേജ് നമ്മൾ പറയുമ്പോൾ ഒരു 60-65% എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ബ്രെയിനിൽ 70%-ഓളമാണ് വാട്ടർ കണ്ടന്റ് ഉള്ളത്. നമ്മുടെ ബ്ലഡിലുള്ളത് ഏകദേശം 90%-ഓളം വാട്ടർ തന്നെയാണ്. അങ്ങനെ ബോൺസിൽ പോലും ഒരു 20% വാട്ടർ കാണുന്നു. ശരീരത്തിൻ്റെ മൊത്തം ഒരു ആവറേജ് സ്റ്റഡിയാണ് ഒരു 60-65% ആണ് ബോഡിയിൽ വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കുന്നത്. നമ്മൾ വെള്ളത്തിനെ പറയുന്ന ഒന്നുണ്ട്. ഇപ്പോൾ തന്നെ പലതും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രനിൽ വെള്ളം ഉണ്ടായിരുന്നു, അതിനെ ക്രിസ്റ്റൽ ഫോംസ് കണ്ടെത്തുകയും എല്ലാം പഠിക്കുന്നു. ജീവൻ, ഇന്ന് മനുഷ്യന്റെ ജീവന് സമാനമായ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്, വെള്ളത്തിലാണ് ജീവൻ എന്നുള്ള പഠനങ്ങൾക്ക് വളരെയധികം സയന്റിഫിക് ആയിട്ടുള്ള റിസൾട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ധാരാളമുണ്ട്. ആരുടെയോ മൈക്ക് ഓപ്പൺ ആണ്, ദയവായിട്ട് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീവജലത്തിൻ്റെ ക്വാളിറ്റികൾ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ധാരാളം പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ വളരെയധികം ലെക്ചറിലേക്ക് പോകുന്നില്ല. കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഏതെല്ലാം രീതിയിലാണ് നമുക്ക്
ഈ ജലത്തെ, വാട്ടറിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. വാട്ടറിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് വാട്ടറിന് എന്തിനേയും വൈബ്രേഷൻസിനെയും പല എനർജികളെയും അബ്സോർബ് ചെയ്യുവാൻ, വലിച്ചെടുക്കുവാൻ വെള്ളത്തിന് കഴിവുണ്ട്. വലിച്ചെടുക്കുക മാത്രമല്ല, വെള്ളത്തിന് അത് സ്റ്റോർ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വാട്ടറിന് മെമ്മറീസ് ഉണ്ട്, വാട്ടറിന് ഇമോഷൻസ് ഉണ്ട് എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം. അതുപോലെ തന്നെ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വാട്ടറിന് പല എനർജികളെയും പല വൈബ്രേഷൻസിനെയും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് മറ്റു വൈബ്രേഷൻസിലേക്ക് മാറ്റുവാനുള്ള കഴിവുണ്ട്. അത് പ്രകൃതിയാൽ, വാട്ടറിൻ്റെ നേച്ചറാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അതിൽ കൂടുതലുമുണ്ട്. നമുക്ക് കുറച്ച് കാര്യം കൂടി നോക്കാം. സയൻറ്റിഫിക്കായിട്ട് വളരെയധികം പ്രൂവ് ചെയ്തിട്ടുള്ള ഒന്നാണ് വാട്ടർ മെമ്മറി. വാട്ടറിന് മെമ്മറി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എങ്ങനെയെല്ലാം വാട്ടറിൽ മെമ്മറി വൈബ്രേഷൻസിൽ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ വാട്ടറിനുണ്ടാകുന്ന ഇമോഷൻസ് അത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സയൻറ്റിസ്റ്റുകൾ വാട്ടറിനെ ബ്ലെസ് ചെയ്തും വാട്ടറിനോട് സ്നേഹം പറഞ്ഞും വാട്ടറിനെ വഴക്ക് പറഞ്ഞും കേഴ്സ് ചെയ്തിട്ടുമുള്ള ക്രിസ്റ്റലൈസ്ഡ് ഫോട്ടോസ് എടുത്തു വച്ചിട്ടുണ്ട്. അതിലെ ക്രിസ്റ്റൽ ഫോർമേഷൻസുകൾ, ക്രിസ്റ്റൽ ഡിസ്ഫിഗർ ചെയ്തിട്ടുള്ളതെല്ലാം ഓരോ ഇമോഷൻസ് കൊടുക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വെള്ളത്തിൽ സംഭവിച്ചിട്ടുള്ള അവസ്ഥകൾ അവർ പഠന വിഷയമാക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് കൂടുതലായിട്ട് പോകാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എനർജി എല്ലാം വാട്ടർ സ്വീകരിക്കും, വാട്ടർ സ്റ്റോർ ചെയ്യും, വാട്ടർ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബന്ധങ്ങൾ നന്നാക്കുവാനായിട്ട് നമുക്ക് വെള്ളം എങ്ങനെ ഉപയോഗിക്കാം, ഹ്യൂമൻ എനർജിയിൽ വെള്ളം എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനെ കൈകാര്യം ചെയ്യുന്നത് വിധങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു യൂണിവേഴ്സ് എനർജി ട്രാൻസ്മീറ്ററായിട്ട് വെള്ളം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പല കാര്യങ്ങളും എനിക്ക് ലെക്ചർ ചെയ്യാൻ സമയമില്ല, എങ്കിലും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു പോകാം. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ തന്നെ എഴുതി പോയാൽ ഉപകാരപ്പെടും. ഓക്കെ, കഴിയുമെങ്കിൽ ഇത് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് തരാം. ലേറ്റായിട്ട് കയറിയവർക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ വീണ്ടും ലേറ്റ് ജോയിനുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. കണ്ടിന്യൂ ചെയ്യേണ്ട ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുമ്പോൾ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള വാട്ടർ, ജലം ഇന്ന് ഭൂമിയിലുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു വാട്ടറിനെയാണ് സ്പ്രിംഗ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിണർ അല്ലെങ്കിൽ പോണ്ടുകൾ, നമുക്ക് അരുവികൾ, ഭൂഗർഭത്തിൽ നിന്ന് വരുന്ന സ്പ്രിംഗ് വാട്ടറിനെ നമ്മൾ വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നതാണ് സ്പ്രിംഗ് വാട്ടർ. അപ്പോൾ ഒന്നാണ് സ്പ്രിംഗ് വാട്ടർ. അതിലുള്ളത് പ്രകൃതിയുടെ ജീവൻ, നാച്ചുറൽ ലൈഫ് ഫോഴ്സ് ആണ് സ്പ്രിംഗ് വാട്ടേഴ്സിലുള്ളത്. നമ്മുടെ കിണറിൽ നിന്നുള്ള വെള്ളം, ഉറവുകളിൽ വരുന്ന വെള്ളമെല്ലാം ഈ കാറ്റഗറിയിൽ പെടും. മറ്റൊരു വാട്ടറാണ് റെയിൻ വാട്ടർ. നമ്മൾ മഴയത്ത് ലഭിക്കുന്ന വെള്ളം, മറ്റൊന്നിലും വീഴാതെ ആകാശത്തിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് റെയിൻ അല്ല, കുറച്ച് മഴയിൽ അന്തരീക്ഷമെല്ലാം ക്ലെൻസിങ് കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന വാട്ടർ റെയിൻ വാട്ടർ എന്ന് പറയും. അത് ക്ലെൻസിങ്ങിനും ഇമോഷണൽ പ്യൂരിഫിക്കേഷനും വളരെ ഉപകാരമുള്ള ഒരു വാട്ടറാണ്. മറ്റൊന്നാണ് കടൽ വെള്ളം, സീ വാട്ടർ. സീ വാട്ടറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കാർമിക് പാറ്റേണുകൾ, കാർമിക് ഡെപ്റ്റുകൾ, അതുപോലെ തന്നെ ഓറിക് ക്ലെൻസിങ്ങിന്, ഗ്രൗണ്ടിങ്ങിന് എല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് സീ വാട്ടർ. മറ്റൊരു വാട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിന് നമ്മൾ പറയുന്ന ന്യൂട്രൽ ബേസ് ആണ്. അതിൽ യാതൊരു വിധത്തിലുള്ള എനർജികളും ഇല്ല, ന്യൂട്രൽ ആയിട്ട് ഇരിക്കുന്നതാണ്. അതാണ് നമുക്ക് മറ്റ് പല രീതിയിലും നമുക്ക് എനർജൈസ്ഡ് വാട്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ,
എനർജൈസ് സ്പ്രേസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒന്നാണ് ന്യൂട്രൽ. യാതൊരു വിധത്തിലുള്ള എനർജിയും ഇല്ലാതെ ന്യൂട്രലായിരിക്കുന്ന വാട്ടർ നമുക്ക് നമ്മുടെ ഹിതത്തിന് ഏത് ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു അതുമാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. മറ്റൊന്നാണ് ക്രിസ്റ്റൽ ചാർജ് വാട്ടർ. ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം നമ്മൾ ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ ചില കാറ്റഗറികൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനിയും ധാരാളം കാറ്റഗറികളുണ്ട്, നമ്മൾ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഈ ഒരു 5 കാറ്റഗറീനെ നമ്മൾ അറിഞ്ഞിരിക്കുക. സ്പ്രിംഗ് വാട്ടർ, അതിൽ നാച്ചുറൽ ലൈഫ് ഫോഴ്സ് അടങ്ങിയിരിക്കുന്നു. റെയിൻ വാട്ടർ ക്ലെൻസിങ്ങിനും ഇമോഷണൽ പ്യൂരിഫിക്കേഷനും വളരെ ശക്തമായ ഒന്നാണ് റെയിൻ വാട്ടർ. സീ വാട്ടർ സ്ട്രോങ് ഗ്രൗണ്ടിങ്ങിനും അതുപോലെ തന്നെ കാർമിക് ക്ലെൻസിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സീ വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് ഏത് എനർജി പ്രോഗ്രാം ചെയ്യുവാനായിട്ട് എടുക്കാവുന്ന വെള്ളമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. മറ്റൊരു വാട്ടറാണ് ക്രിസ്റ്റൽ ചാർജ്. പലതരത്തിലുള്ള ക്രിസ്റ്റലുകളുണ്ട്. ഓരോ ക്രിസ്റ്റലുകളുടെയും ഉപയോഗം വ്യത്യാസമുണ്ട്. അതാത് ക്രിസ്റ്റലുകൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽസ് അത് വെച്ചുകൊണ്ടുള്ള വാട്ടറുകളുടെ പ്രത്യേകതകൾ. ഇങ്ങനെ നമുക്ക് ഒരു 5 ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ പഠിക്കാം. ഇതിൽ എപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണയും നമ്മൾ പലപ്പോഴും റോങ് കൺസെപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ച വെള്ളം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെള്ളം തിളപ്പിക്കുന്നതോടുകൂടി ആ വെള്ളം ഡെഡ് വാട്ടർ ആവുന്നു. അതിൽ ഇമോഷൻസ്, അതിൻ്റെ ജീവൻ, ലൈഫ് ഫോഴ്സ് എല്ലാം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അതൊരു ന്യൂട്രൽ വാട്ടർ പോലെയാണ്, ഒരു ഡിസ്റ്റിൽ വാട്ടർ പോലെയാണ് സംഭവിക്കുക. അതുകൊണ്ട് എപ്പോഴും കുടിക്കുമ്പോൾ ശുദ്ധമായ വൃത്തിയുള്ള ലൈഫ് ഫോഴ്സ് കിട്ടുന്ന സ്പ്രിംഗ് വാട്ടർ പ്രത്യേകിച്ച് അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ റെയിൻ വാട്ടർ. ഈ 2 വാട്ടറാണ് നമുക്ക് ഏറ്റവും കുടിക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നവർ എല്ലാവരും തന്നെ ഡ്രിങ്കബിൾ വാട്ടർ എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരിക്കലും തിളപ്പിച്ച് ആറ്റിയ വെള്ളം ആയിരിക്കരുത്. അതിന് പ്രത്യേകിച്ച് ഗുണങ്ങൾ കിട്ടില്ല. നമുക്ക് ഉള്ള ഗുണത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാച്ചുറൽ ഫൗണ്ടൻസ്, കിണർ ഏറ്റവും നല്ല കിണറാണ്. പക്ഷേ കിണറിൽ ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അത് മറ്റു രീതിയിൽ നമ്മൾ ഫിൽറ്റേഴ്സുകൾ ഉപയോഗിച്ച് കെമിക്കലുകളില്ലാത്ത നാച്ചുറൽ, നിങ്ങൾക്കറിയാം ധാരാളം നാച്ചുറൽ മെത്തേഡ്സുകളുണ്ട് കിണറ്റിലെ വെള്ളം ഫിൽറ്റർ ചെയ്യാനായിട്ട്. കരിയും മണലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിൽട്രേഷൻ ഉണ്ട്. ക്ലോറിനേഷൻ അതിൽ പെടില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് 100% അണുവിമുക്തമായ വെള്ളമുണ്ട്. വളരെ ലൈഫ് എനർജി ഉള്ള വെള്ളമാണ്. അങ്ങനെയുള്ള വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി പെൻഡുലം പഠിച്ചവർക്കറിയാം, ഒരു വെള്ളത്തിൻ്റെ അതിൻ്റെ വൈബ്രേഷൻ മനസ്സിലാക്കി അതിൻ്റെ എനർജി ലെവലുകൾ മനസ്സിലാക്കുവാനായിട്ട് ഒരു പെൻഡുലം തെറാപ്പിസ്റ്റിന് കഴിയും. ഇന്ന് അതെങ്ങനെ മനസ്സിലാക്കുമെന്ന ക്ലാസ് ഇന്നില്ല. ഞാൻ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇനി ഒരു വെള്ളത്തിനെ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, എങ്ങനെയെല്ലാമാണ് ഒരു വെള്ളത്തെ നമുക്ക് എനർജി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒന്നാണ് സ്പോക്കൺ അഫർമേഷൻസ്. നമ്മൾ വെള്ളത്തിനോട് പറയുന്ന പ്രഖ്യാപനങ്ങൾ, അഫർമേഷൻസുകൾ, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസുകൾ എല്ലാം തന്നെ വെള്ളത്തെ ശക്തീകരിക്കും. അതിൽ ഹീലിംഗ് പ്രോപ്പർട്ടീസ് വർദ്ധിച്ചു വരുവാൻ, ഉണ്ടായി വരുവാൻ ഇടയാകും. സ്പോക്കൺ, വെള്ളത്തിനോട് സംസാരിക്കുന്ന എല്ലാ വാക്കുകളും. അപ്പോൾ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞാൽ ആ എനർജി അതിൽ വരും, അത് മനസ്സിലാക്കുക. നമ്മളുടെ ഹീലിംഗ് ആയതുകൊണ്ടാണ് അഫർമേഷൻസ് എന്നുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. വെള്ളത്തിന് ജീവനുണ്ട്, അത് അനുഗ്രഹദായകമാണ്, അത് ജീവദായകമാണ്, തുടങ്ങി ധാരാളം അഫർമേഷൻസ് ഉണ്ട്. അത് വെള്ളത്തിനോട് 2 കൈയിലും വെള്ളം എടുത്ത് അതിനോട് പറയുമ്പോൾ അതിന് ആ എനർജി സ്വീകരിക്കാനും ആ വാക്കുകളുടെ വൈബ്രേഷൻ സ്വീകരിക്കാനും അത് സ്റ്റോർ ചെയ്യാനും അത് വർദ്ധിപ്പിക്കാനും അത് നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാനും നമ്മളിൽ ഉള്ള ജലവുമായിട്ട് പ്രവർത്തിക്കാനും അതിനെല്ലാം പ്യൂരിഫൈ ചെയ്യാനും ആ കുടിക്കുമ്പോൾ അതിലുള്ള എനർജി നമ്മുടെ ശരീരത്തിൽ, നേരത്തെ പറഞ്ഞു, എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളും കൂടി 60-65% ജലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ വൈബ്രേഷൻസ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കാനും, പ്രത്യേകിച്ച് രക്തത്തിൽ 90% വാട്ടർ കണ്ടൻറ്റ് രക്തത്തിലുള്ളതുകൊണ്ട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും ഒരു ആശ്വാസം കൊടുക്കാം. അതിൽ തന്നെയാണ് ഇമോഷൻസ് ഇംബാലൻസ് വരുന്നത്.
അതുപോലെ തന്നെ തലയിൽ ഉള്ള പ്രശ്നങ്ങൾ, ബ്രെയിൻ റിലേറ്റഡ് 70% വാട്ടർ ബ്രെയിനിൽ നിൽക്കുന്നത് കൊണ്ട് ബ്രെയിൻ പെട്ടെന്ന് തന്നെ ആ ഒരു കാംനെസ് കിട്ടാനെല്ലാം ഹീൽഡ് വാട്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് സ്പോക്കൺ അഫർമേഷൻസ് എന്നുള്ളത്. രണ്ടാമത്തെ സേക്രഡ് സിമ്പിൾസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സേക്രഡ് സിമ്പിൾസുകൾ ഒരു പേപ്പറിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വരച്ചുകൊണ്ട് അതിന് മേളിൽ ഗ്ലാസ് വെച്ചാൽ അല്പം മണിക്കൂറുകൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ സേക്രഡ് സിമ്പിളുകളുടെ ആ വൈബ്രേഷൻസ് വെള്ളം അബ്സോർബ് ചെയ്യുകയും വെള്ളത്തിൻ്റെ എനർജി ലെവൽ ബൂസ്റ്റ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം സംഭരിച്ച് വെക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഡ്രിങ്കിങ് വാട്ടർ വെക്കുന്ന ബോട്ടിൽ വെക്കുന്ന സ്ഥലത്തൊക്കെ എനർജി സിമ്പിൾസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം വെക്കാം. അതുപോലെ തന്നെയാണ് ക്രിസ്റ്റൽസുകളുടെ മുകളിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിന് ക്രിസ്റ്റൽ ബോട്ടിൽസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അതിനെക്കുറിച്ച് അവെയർ ആണെന്ന് അറിയില്ല. ക്രിസ്റ്റൽ കൊണ്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ഇറങ്ങുന്നുണ്ട്. കാരണം അതിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന വൈബ്രേഷൻസ് നമുക്കറിയാം. കോപ്പർ ഗ്ലാസ്സുകളിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന വെള്ളത്തിലുണ്ടാവുന്ന പോസിറ്റീവ് വൈബ്രേഷൻസുകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ വെള്ളത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ വെള്ളം അബ്സോർബ് ചെയ്യുന്ന എനർജികളുണ്ട്. അതിൽ രണ്ടാമത്തെയാണ് സേക്രഡ് സിമ്പിളുകൾ, വിശുദ്ധമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. മറ്റൊന്നാണ് ഒരു ഹീലറിന് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് വിഷ്വലൈസേഷൻ. നമ്മുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് വിഷ്വലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ആ വെള്ളത്തിലേക്ക് കൊണ്ടുവരേണ്ട എനർജി എന്നുള്ളത് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവന്ന് അതിനെ നമുക്ക് അതിലേക്ക് ലയിപ്പിച്ച് എടുക്കുവാൻ അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊന്നാണ് നാലാമത്തെ ഒരു മെത്തേഡ്. പല മെത്തേഡുകളിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. പെൻഡുലം കൊണ്ടുള്ള പ്രോഗ്രാമിംഗ്, പെൻഡുലം എനർജി പ്രോഗ്രാമിംഗ് വളരെ പവർഫുള്ളായിട്ട് ചെയ്യാം. അതിൻ്റെ ക്ലാസ് സെപ്പറേറ്റ് തന്നെയാണ്. 1 ഡേ സെമിനാറാണ്. പെൻഡുലം ഹീലിംഗ്, വാട്ടർ പെൻഡുലം ഹീലിംഗ് എന്നുള്ള കോഴ്സ് വളരെ പവർഫുള്ളായിട്ട് ചെയ്യുന്നതാണ്. അത് ടോട്ടലി ഒരു മറ്റൊരു ഡയമെൻഷനിൽ എടുക്കുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മൾ ജനറൽ ഒരു രീതിയിൽ മാത്രം ഇതിനെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആവശ്യപ്പെട്ടാൽ പിന്നീട് ഒരിക്കൽ ഞാൻ ചെയ്തു തരാം. ഹെൽത്ത് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ഇമോഷൻ ബാലൻസിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ അബണ്ടൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ ഇന്ന് മറ്റൊരു പ്രാക്ടീസ് ചെയ്യുന്നത്, അതൊരു സർപ്രൈസാണ്. അതുകൊണ്ട് ക്ലാസ് മുഴുവനും നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകരുത്. ഏറ്റവും ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഹീലിംഗ് സെഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ കുറച്ച് അറിവുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. പലതും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും നമ്മളൊന്ന് അതിനെ റിഫ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, എങ്ങനെ വാട്ടർ എലിമിനേറ്റ് നെഗറ്റീവ് എനർജീസ്. പല നെഗറ്റീവ് ശക്തികളെയും വെള്ളം ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യാൻ, നിർവീര്യമാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വളരെ പവർഫുൾ ടെക്നിക്കുകളാണ്. നമുക്ക് ഊർജമായിട്ടുള്ള തടസ്സങ്ങൾ, എനർജറ്റിക് ബ്ലോക്സ് എന്ന് പറയും, പലതരത്തിലുള്ള ഊർജ ഫ്ലോവിനെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകളുണ്ട്. അതിൽ ഒരു ഏറ്റവും ഈസി ആൻഡ് പവർഫുൾ മെത്തേഡാണ് സോൾട്ട് വാട്ടർ ക്ലെൻസിങ്, ഉപ്പ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലെൻസിങ്. നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപ്പ് ഉപയോഗിച്ച് ധാരാളം നമ്മൾ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അത് സ്പിരിച്വൽ എനർജിയെ ക്ലെൻസ് ചെയ്യാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഉപയോഗിക്കുമ്പോൾ സോൾട്ട്, ഏത് സോൾട്ട് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോൾട്ട് എപ്പോഴും നാച്ചുറൽ സോൾട്ട് ആയിരിക്കണം. നിങ്ങൾക്ക് ഹിമാലയൻ സോൾട്ട് ഉപയോഗിക്കാം, പിങ്ക് സോൾട്ട് എന്നൊക്കെ പറയും, ബ്ലാക്ക് സോൾട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ കല്ലുപ്പാണ്, കടൽ വെള്ളം വറ്റിച്ചെടുക്കുന്ന കല്ലുപ്പ്, സീ റോക്ക് സോൾട്ട് എന്ന് പറയുന്ന ഉപ്പാണ് നമുക്ക് ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലത്. എന്നാൽ അത് ഹ്യൂമൻ കൺസ്യൂം ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും സീ റോക്ക് സോൾട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ കിട്ടില്ല. കാരണം അതിൽ അയഡിൻ ചേർത്തിട്ട് മാത്രമേ വിൽക്കുവാൻ ഇന്ന് നിയമമുള്ളൂ. അതുകൊണ്ട് ഇത് അന്വേഷിച്ചാൽ പലപ്പോഴും കിട്ടില്ല. പല ബാത്തിങ് കിറ്റുകൾ, വളരെ കോസ്റ്റ്ലി ആയിട്ട് ബാത്തിങ് കിറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഉപയോഗിക്കുന്നത് ഈ സീ റോക്ക് സോൾട്ടാണ്. അതുകൊണ്ട് സീ റോക്ക് സോൾട്ട് കടൽ അടുത്തുള്ളവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു 10 ലിറ്റർ കൊണ്ടുവന്ന് നിങ്ങൾ ടെറസിൽ ഒഴിച്ചു വെച്ചാൽ മാത്രം മതി.
1-2 ദിവസം കഴിയുമ്പോൾ വളരെ ശക്തിയുള്ള കല്ലുപ്പ് കിട്ടും. നിങ്ങളത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫെർട്ടിലൈസർ ഷോപ്പുകളിലൊക്കെ പോയി അന്വേഷിച്ചാൽ വളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കല്ല് കിട്ടും. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ വീട് തുടയ്ക്കുന്നത്, നിങ്ങളുടെ സ്ഥലം വിതറുന്നത്, ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ക്ലെൻസിങ് ചെയ്യാം. അതിൻ്റെ വെള്ളത്തിൽ ഉപ്പ് കലക്കി സീ വാട്ടറാക്കി നമുക്ക് മാറ്റാം. കടലിലേക്ക് പോകാതെ കടലിനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുവാനുള്ള മാർഗമാണ്. നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളത്തിൽ കുളിക്കാനുള്ള വെള്ളത്തിൽ ബക്കറ്റിൽ ശേഖരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു തുടം റോക്ക് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കടൽ വെള്ളം പോലെ തന്നെയാകും. അത് ഉപയോഗിച്ച് നിങ്ങൾ കുളിക്കുകയും അത് ഉപയോഗിച്ച് നിങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്താൽ വളരെ ശക്തമായ എനർജി ബ്ലോക്കേജുകൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് വളരെയധികം എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബൂസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് നിങ്ങളെ അത് സഹായിക്കും. സോൾട്ട് വാട്ടർ ക്ലെൻസിങ് വളരെ വൈഡായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത് പറഞ്ഞാൽ തീരില്ല. പല തലങ്ങളിലും പല രീതികളിൽ ഉപയോഗിക്കാം. മറ്റൊന്നാണ് വാട്ടർ ബോൾ എനർജി എക്സ്ട്രാക്ഷൻ. പലതരത്തിലുള്ള മൂവബിൾ എനർജീസിനെ ക്യാപ്ചർ ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് സോൾട്ട് വാട്ടർ ബൗൾസ് ഉപയോഗിക്കും. അതായത് ഗ്ലാസ്സുകളിൽ പല സ്ഥലത്ത് നമുക്ക് ഈ സോൾട്ട് വാട്ടറിനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ നെഗറ്റീവ് ഊർജങ്ങൾ അബ്സോർബായിട്ട് അതിൽ കുടുങ്ങിക്കിടക്കാനായിട്ട് ഇടയായിത്തീരും. നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ കഴിവിൻ്റെ ഒപ്പം ആ ഉപ്പ് അതിനെ പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാട്ടർ ബൗൾ എനർജി എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ വോട്ടെക്സ് പ്യൂരിഫിക്കേഷൻസ്, അതിൻ്റെ ചുഴലി പോലെ ചെയ്യുന്ന വോട്ടെക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിലൂടെ വെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള വാട്ടർ ഫ്ലെയിം, വാട്ടർ പ്ലസ് കാൻഡിൽ, അത് രണ്ടിനെയും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ചില മെത്തേഡുകളുണ്ട്. ഇന്ന് നമ്മൾ അതിനുകൊണ്ടാണ് നിങ്ങളോട് കാൻഡിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. നമുക്ക് കാൻഡിൽ പ്ലസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സെഷൻ നമുക്ക് ലാസ്റ്റിൽ ഉണ്ടായിരിക്കും. നെഗറ്റീവ് തോട്ട് ഫോംസിനെ റിമൂവ് ചെയ്യാനായിട്ട് സോൾട്ട് വാട്ടറിന് കഴിയും. സൈക്കിക് അറ്റാക്കുകളെ പ്രിവെൻറ്റ് ചെയ്യാനും അതിന് റെമഡി ചെയ്യാനും എല്ലാം സോൾട്ട് വാട്ടറിന് കഴിയും. അതുപോലെ തന്നെ എൻവയൺമെൻറ്റ് നെഗറ്റിവിറ്റി, മറ്റ് സ്ഥലങ്ങളിൽ വീട്, അതുപോലെ തന്നെ ഏതെങ്കിലും ലൊക്കേഷൻസ്, ഓഫീസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഇപ്രകാരമുള്ള വാട്ടർ പ്ലസ് സോൾട്ട് കോമ്പിനേഷനിൽ നമുക്ക് ക്ലെൻസിങ് മാറ്റാനായിട്ട്, എൻവയൺമെൻറ്റൽ നെഗറ്റിവിറ്റികളെ മാറ്റാൻ, ഒരു പരിധിവരെ ജിയോപത്തിക് സ്ട്രെസ്സുകളെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഫാമിലി കാർമിക് ഇംപ്രിൻസുകൾ, കർമ്മബലങ്ങൾ, പൂർവികരുടെ കർമ്മബലങ്ങളൊക്കെ ഒരു പരിധിവരെ മായ്ച്ചു കളയാനായിട്ട് ഈ സോൾട്ട് വാട്ടറിന് സാധിക്കും. മറ്റൊന്നാണ് ചക്ര ഹീലിംഗ്. ചക്രകളെ ഹീൽ ചെയ്യാനായിട്ട് വാട്ടർ ഉപയോഗിക്കും. അതിന് പ്രത്യേകിച്ച് ചക്ര വാട്ടർ ചാർജിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പഠിക്കാം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ചെയ്ത വാട്ടർ നമ്മൾ അത് കുടിക്കുന്നത് വഴി നമ്മുടെ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്യാനും ബ്ലോക്കുകൾ മാറ്റാനും സാധിക്കും. അതുപോലെ വാട്ടർ സ്പ്രേയിങ്, ഓറ ക്ലെൻസിങ്ങിന് തുടങ്ങി അതുപോലെ തന്നെ പല കാര്യങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സ്പ്രേ ഉപയോഗിക്കുന്നു. ആ വാട്ടറിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോൾട്ട് പ്ലസ് മറ്റു പല ക്രിസ്റ്റലൈസ്ഡ് എനർജികൾ, മറ്റു പല എസെൻഷ്യൽസുകൾ, പലതിൻ്റെയും എസെൻഷ്യൽ ഓയിൽസുകൾ എല്ലാം ആഡ് ചെയ്തുകൊണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജൈറ്റ് സ്പ്രേകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ക്ലാസ് ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എനർജൈസ്ഡ് വാട്ടർ ക്രിയേറ്റ് ചെയ്യാം എന്നെല്ലാം കൂടിയിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓൺലൈനിലാണെങ്കിൽ 5 ദിവസം കൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ പ്രകാരമുള്ള എല്ലാ വെള്ളങ്ങളും എനർജൈസ്ഡ് റിലീജിയസ് ആയിട്ട് ചെയ്യുന്നത് തുടങ്ങി എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ സ്പ്രേയിങ്ങിന്, എനർജി ഓറ ക്ലെൻസിങ്ങിനെല്ലാം വാട്ടർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബാത്ത് ഹീലിംഗ് റിച്വൽസ് ഉണ്ട്. നമ്മൾ മൂൺ മാജിക് കൂടെ പഠിപ്പിക്കുമ്പോൾ മൂൺ മാജിക്കിൻ്റെ ഒപ്പമുള്ള ഒന്നാണ് ബാത്ത് റിച്വൽസ്.
അത് മൂൺ സർക്കിൾസ് നോക്കാതെ തന്നെ എനി ടൈം ചെയ്യാവുന്ന ബാത്ത് റിച്വൽസ് ഉണ്ട്. നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ബാത്തിങ് കിറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജൈസ് ചെയ്തിട്ടുള്ള റോസ് പെറ്റൽസ്, റോസ്മേരീസ് തുടങ്ങിയിട്ടുള്ള പെറ്റൽസുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിമാലയൻ സോൾട്ടും സീറോക്സ് സോൾട്ടൊക്കെ ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷൻ എസൻഷ്യൽ ഓയിലുകളെല്ലാം ഉള്ള ഒരു കിറ്റ് കിട്ടും. ഒരു 500 to 800 വരെ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു കിലോ 1.5 കിലോ ഉള്ള കിറ്റ്, ബാത്തിങ് കിറ്റ് വാങ്ങാൻ കിട്ടും. പക്ഷേ അതിനേക്കാളൊക്കെ വില കുറച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ബാത്തിങ് കിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്യത്യസ്തമായ ആപ്ലിക്കേഷനാണ് ഒന്ന് പറഞ്ഞു പോയത്. ഏതെല്ലാം രീതിയിൽ നമുക്ക് വെള്ളത്തെ നമുക്ക് ക്ലെൻസിങ്ങിന്, പ്യൂരിഫിക്കേഷന്, പ്രൊട്ടക്ഷൻസിന്, ചക്ര ബാലൻസിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കുമെന്നുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ചില കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സമയം പെട്ടെന്ന് കടന്നു പോവുകയാണ്. വാട്ടർ മെമ്മറി ഹീലിംഗ് ഫോർ ഫാമിലി ആൻഡ് ആൻസിസ്റ്റർ പാറ്റേൺ. എങ്ങനെയാണ് ഒരു അഡ്വാൻസ്ഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ജനറേഷണൽ പാറ്റേൺസിനെ വെള്ളം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. റെമഡി അതൊന്ന് പ്രാക്ടിക്കലില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ എഴുതുക. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ആരെയും കാണിക്കരുത്. നിങ്ങൾ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പാറ്റേൺസുകളുണ്ട്. ചില രോഗങ്ങൾ, ചില അനർത്ഥങ്ങൾ, ചില ബിസിനസ് ഫെയിലിയർ എല്ലാം ചില കുടുംബങ്ങളിൽ ഒരു പാറ്റേൺ ആയിട്ട് ഒരു രീതിയിൽ ആവർത്തിച്ച് വരുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള റെമഡി ഞാൻ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് സംശയം വന്നാൽ ചോദിക്കാം, ഇപ്പോഴല്ല, ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ടൈം തരാം, ആവശ്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളിപ്പോൾ എഴുതി പോവുക. ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസുകൾ എഴുതുക, ലിസ്റ്റ് ചെയ്തിട്ട്. അത് ഒരു ഗ്ലാസ്സിൽ എപ്പോഴും ഉപയോഗിക്കുക. നമുക്ക് ഗ്ലാസ് ഒരു ക്രിസ്റ്റൽ ഫോമാണ്. നമ്മൾ മെറ്റലുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ ഗ്ലാസ് ബോട്ടിലുകൾ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഉള്ള ബൗളുകൾ, വെള്ളം, നല്ല ഡ്രിങ്കബിൾ വാട്ടർ, എപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രിങ്കബിൾ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, ന്യൂട്രലൈസ്ഡ് വാട്ടർ. ആ വാട്ടർ ഈ വെള്ളത്തിൻ്റെ അടിയിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുക. നമ്മൾ കാണേണ്ടത് നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ട എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും വിഷ്വലൈസേഷൻ നമ്മൾ കണ്ടുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുന്നത് നമ്മൾ കാണുക. ഓരോ അക്ഷരങ്ങളും വെള്ളത്തിൽ മാഞ്ഞു പോകുന്നതായിട്ട് കാണുക. അതെല്ലാം ഈ വെള്ളം വലിച്ചെടുക്കുന്നതായിട്ട് കാണുക. ഈ വെള്ളത്തിലേക്ക് എല്ലാം തന്നെ അബ്സോർബായി ചെയ്യുന്നത് നമ്മൾ മനക്കണ്ണിൽ കാണുക. അതിനുശേഷം എല്ലാ നെഗറ്റിവിറ്റിയും അത് അബ്സോർവ് ചെയ്തു എന്നുള്ള പരിപൂർണമായ വിശ്വാസം അതിൽ കൊണ്ടുവന്ന ശേഷം ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നിങ്ങളുടെ വീടിന് പുറത്ത്, നിങ്ങളുടെ ബൗണ്ടറിക്ക് പുറത്ത് ഒഴിച്ച് കളയണം. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, പൊതുസ്ഥലമാണ്, അവിടെ ഒഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ആ വെള്ളം ഒഴിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒഴിക്കരുത്. പുറത്ത് ഏതെങ്കിലും വൃക്ഷത്തിനോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ, അല്ലെങ്കിൽ പുറത്ത് വെള്ളമായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. വെള്ളം നിങ്ങൾക്ക് കുടിക്കുന്ന വെള്ളം തന്നെ എടുത്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഒഴിക്കുക. ഇല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞ് വരരുത്, വഴക്കുണ്ടാക്കരുത്. ആ സാഹചര്യങ്ങളുള്ളവർ ചെയ്യുക. ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ, പുഴയിലോ ഏതെങ്കിലും തോട്ടിലോ എവിടെയെങ്കിലും ശുദ്ധമായ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലേക്ക് അത് ഒഴുകുക. അത് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് വലിച്ചു കൊണ്ടുപോയി അവസാനം കളയുന്നത് ലോക്ക് ചെയ്യുന്ന സീ വാട്ടറിലേക്ക് അത് ചെന്ന് ചേരും. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് നിമജ്ജനം ചെയ്യുക എന്നുള്ള. പല സംസ്കാരങ്ങളിൽ പല കാര്യങ്ങൾ ഉപയോഗിക്കും. നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു റിച്വലാണ്. നിങ്ങൾക്ക് ഒരു പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ് ഇത്. ഫാമിലി ഇഷ്യൂ മാത്രമല്ല,
റിലേഷൻഷിപ്പ് ഇഷ്യൂകൾ, കുടുംബ വഴക്കുകൾ, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഏതെല്ലാം ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ, സാമ്പത്തികമായ തകർച്ചകൾ, ബിസിനസ് പരാജയങ്ങൾ, നിങ്ങൾക്ക് ഏതെല്ലാം വിഷയങ്ങൾ മാറണം എന്ന് ആവശ്യമുണ്ടോ ആ വിഷയങ്ങളെല്ലാം തന്നെ ഇതുപോലെ എഴുതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ എഴുതിയ കാര്യങ്ങൾ, മാറിപ്പോകേണ്ട കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് അത് ആ വെള്ളത്തിൽ അബ്സോർബ് ആവുന്നത്, ആ വെള്ളം അത് ആ ശക്തിയെല്ലാം എടുക്കുന്നതും അതിന് നിങ്ങൾ പുറത്ത് കളയുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു എനർജി ബ്ലോക്കേജിനെ മാറ്റിക്കൊണ്ട് നിങ്ങളിൽ നിന്നത് വിട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒറ്റൊരു പ്രവൃത്തിയിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട ആക്ഷൻ ഇതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡ്രിങ്കബിൾ വാട്ടർ വയ്ക്കുക. ആ വാട്ടറിലേക്ക് നിങ്ങൾ വിഷ്വലൈസേഷൻ, ഞാൻ ഒറ്റൊരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്, പല മെത്തേഡുകളുണ്ട്. വിഷ്വലൈസേഷൻ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഏത് പ്രോബ്ലത്തെയും നിങ്ങൾക്ക് ഈ വിഷ്വലൈസേഷൻ മെത്തേഡ് വഴി വെള്ളത്തിലേക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ആ അബ്സോർപ്ഷനായിട്ടുള്ള നെഗറ്റിവിറ്റികളെ നിങ്ങളുടെ കർമ്മപദത്തിൽ നിന്നും നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറ്റി മറ്റ് ഒരു എനർജി ഫ്ലോയിലേക്ക് അതിനെ ഒഴിച്ച് മാറ്റിക്കളയുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന് മറ്റൊരു താന്ത്രികൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നിങ്ങളെ തന്നെ വെള്ളം കൊണ്ട് നിങ്ങൾ സ്വയം കുളിച്ച് ശുദ്ധിയാവുന്ന പോലെ തന്നെ, എത്രമാത്രം നിങ്ങൾ അഴുക്കുണ്ടെങ്കിലും കുളിച്ച് ശുദ്ധിയാവുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളിലേക്ക് വന്ന വൃത്തി എന്തുമാത്രമുണ്ടെന്ന്. അതേ എഫക്റ്റ് തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സ്പിരിച്വൽ തലങ്ങളിൽ, ആത്മീയമായ തലങ്ങളിൽ പല തടസ്സങ്ങളും പല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളും എല്ലാം മാറുന്നത് നിങ്ങൾക്ക് കാണും. ഒരു കാർമേഘം മാറുന്നത് പോലെ, ഒരു നല്ല സൂര്യപ്രകാശം അടിക്കുന്നത് പോലെയുള്ള ചേഞ്ച് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മണ്ഡലങ്ങളിലും കാണാനായിട്ട് ഇടയായിത്തീരും. ഇനി വെള്ളം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് ഹീലിംഗ്, നമ്മുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ മക്കൾ ദൂരത്തുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കില്ലെങ്കിൽ വെള്ളം എങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഹീലിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഏതൊരു വസ്തുവാണോ വ്യക്തിയാണോ ആ വ്യക്തിയുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഫോട്ടോഗ്രാഫ് പ്ലസ് വാട്ടർ ഹീലിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ പോലെ പേര് എഴുതി ഉപയോഗിക്കാം. നെയിം പേപ്പർ മെത്തേഡ് എന്ന് പറയും. പെൻഡുലം എനർജി ട്രാൻസ്മിഷൻ ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ പെൻഡുലത്തിൻ്റെ എനർജികൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് പ്രാക്ടിക്കൽ സെഷനായിട്ട് ചെയ്യേണ്ടതാണ്. ഡിസ്റ്റൻസ് ഹീലിംഗ് സെഷൻ എന്നുള്ളത് ഒരു കോഴ്സിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുമൂലം നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെയും ഏതൊരു സ്ഥലത്തെയും ഏതൊരു വീടിനെയും നിങ്ങൾക്ക് ദൂരത്തിരുന്നു കൊണ്ട് ഹീല് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ചില പവർഫുൾ ഹീലിംഗ് വാട്ടേഴ്സിനെ കുറിച്ച് പറയാം. ഒന്ന് മൂൺ ചാർജ് വാട്ടർ എന്ന് പറയും. 2 മൂൺ, ഫുൾ മൂണും ന്യൂ മൂൺ എന്ന് പറയുന്ന അമാവാസി, ഈ 2 മൂൺ സർക്കിളുകളിലും നിങ്ങളുടെ വെള്ളം നിങ്ങൾ ഒരു ഓപ്പൺ സ്കൈയുടെ താഴെ, തുറന്നിരിക്കുന്ന ആകാശത്തിന് താഴെ, പൗർണമി ഫുൾ മൂണിൻ്റെ ലൈറ്റ് വിടാൻ ഏകദേശം ഒരു 3 to 4 hours എങ്കിലും തുറന്ന് ആകാശത്തിൽ വയ്ക്കണം. അത് തന്നെ അമാവാസിയിലും ചെയ്യണം. തുറന്ന സ്കൈയുടെ താഴെ നിങ്ങളൊരു 3-4 മണിക്കൂർ ഓപ്പൺ ചെയ്താൽ മൂൺ ചാർജ് വാട്ടർ ആയിട്ടിരിക്കും. അതിന് വളരെയധികം പവർഫുൾ ഉണ്ട്. പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഒന്നാണ് സൺ ചാർജ്ഡ് വാട്ടർ. ഒരു മിനിമം 40 to 45 മിനിറ്റ്സ് ഒരു നല്ല സൂര്യപ്രകാശത്തിൽ വെച്ചിരുന്ന വെള്ളം ചാർജ് ആവും. വാട്ടർ ചാർജ്ഡ്, സൺ ചാർജ്ഡ് വാട്ടർ. മറ്റൊന്നാണ് മന്ത്ര ചാർജ് വാട്ടർ. ഒരു വെള്ളത്തിനെ എടുത്ത് മന്ത്രങ്ങൾ അതിനോട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അഫർമേഷൻ, സ്പോക്കൺ അഫർമേഷൻസ് എന്ന് പറയുന്ന അതേ മെത്തേഡാണ്. പക്ഷെ ഇവിടെ പറയുന്നത് മന്ത്രങ്ങളാണ്. സംസ്കൃത ഭാഷയിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ ചാർജ് ചെയ്യുന്ന മന്ത്ര ചാർജ്ഡ് വാട്ടർ. ക്രിസ്റ്റൽ ഗ്രിഡ് വെച്ചിട്ട്, ക്രിസ്റ്റലുകളുടെ ചില ഗ്രിഡ് ഫോർമേഷൻസ് ഉണ്ട്. ഗ്രിഡ് ഫോർമേഷൻസിൻ്റെ സെൻറ്ററിൽ വെച്ചാൽ ഓവർനൈറ്റോ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ വെച്ചാൽ ആ ക്രിസ്റ്റൽ ഗ്രിഡിൻ്റെ എനർജി വാട്ടറിലേക്ക് അബ്സോർബ് ആകും. ആ വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെ പറയുന്നതാണ് ക്രിസ്റ്റൽ ഗ്രിഡ് വാട്ടർ. അതുപോലെ തന്നെ കോപ്പർ വെസൽ ഹീലിംഗ് വാട്ടർ. കോപ്പർ വെസലിൽ സൂക്ഷിച്ച് ഓവർനൈറ്റ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന് പറയുന്നതാണ് കോപ്പർ വെസൽ ഹീൽഡ് വാട്ടർ. ഇതെല്ലാം പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാട്ടറാണ്. ഇനി
നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാത്തൊരു റിച്വലാണ് നിങ്ങൾ എഴുതിയെടുക്കാം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ബൗളിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്ത് വയ്ക്കുക. സീ സോൾട്ടുകൾ കരുതുക. സീ സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് ക്വാളിറ്റി ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു, റോക്ക് സോൾട്ട് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ക്യാൻഡിൽ ഉപയോഗിക്കുമ്പോൾ പാരഫിൻ, പെട്രോളിയം വേസ്റ്റ് ആയിട്ട് വരുന്ന പാരഫിൻ ക്യാൻഡിൽസാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അത് ഉപയോഗിക്കരുത്. അതിനും അവർ വില കൂടുതൽ തന്നെ എടുക്കുന്നത്. അത് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കേണ്ട സോയി വാക്സ് ഉണ്ട്. സോയി ചങ്കുകൾ ഉപയോഗിച്ചിട്ട് വരുന്ന സോയി വാക്സ് നിങ്ങൾ ഗൂഗിളിൽ ചെയ്താൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ക്യാൻഡിലിൽ എഴുതിയിട്ടുണ്ടാവും ബി വാക്സ്, ബേസ് ബി വാക്സ് അല്ലെങ്കിൽ സോയ ചങ്ക് അല്ലെങ്കിൽ കോക്കനട്ട് വാക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള വാക്സുകൾ. അത് കൊണ്ടുള്ള മെഴുകുതിരികൾ ആണ് ക്യാൻഡിൽസാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അത് തന്നെ പല രീതിയിൽ അതിനെ സ്പിരിച്വലി എംപവർ ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന പല മെത്തേഡുകളും ഉണ്ട്. അത് മറ്റൊരു സബ്ജക്റ്റാണ്. അതിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ലൈറ്റും നമുക്ക് വാട്ടറും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്ന ഹീലിങ്സ് അതിലാണ് വരുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ പറയാം. പ്രോഗ്രാം വാട്ടർ ക്ലെൻസിങ്ങിന് വേണ്ടി പ്രോഗ്രാം ചെയ്യണം. അതിനുവേണ്ടി പെൻഡുലം ഉപയോഗിച്ച് നെഗറ്റീവ് എനർജികളെ നമുക്ക് വെള്ളത്തിലേക്ക് ക്യാപ്ചർ ചെയ്യിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ വാട്ടർ ഒരു ലോക്ക് സിസ്റ്റം അതിനെ സീൽ ചെയ്യുന്ന വിഷ്വലൈസേഷൻ പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻഡിൽ ലൈറ്റ് ഉപയോഗിക്കുന്നു. അതിനുശേഷം ഈ വെള്ളത്തെ ഭൂമിയിലേക്ക് നമ്മൾ ഒഴിച്ച് എർത്ത് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു റിച്വൽ ഉണ്ട്. വാട്ടർ ക്ലെൻസിങ് റിച്വൽ എന്നാണ് പറയുന്നത്. ഒരു കർമ്മം പോലെ അതിനെ ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു ക്യാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന റിച്വലാണ്. വളരെ സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇത് ചെയ്യാം. മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വാട്ടർ, കല്ലുപ്പ്, ക്യാൻഡിൽ, അതുപോലെ പെൻഡുലം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ കൊണ്ടുവരിക. പെൻഡുലം പഠിച്ചവർക്ക് കുറേയും കൂടി പവർഫുള്ളായിട്ട് ഈ റിച്വൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്കൊരു നെക്സ്റ്റ് 21 ഡേയ്സിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ 2 കൈയും ചേർത്ത് നിങ്ങളുടെ പാം ആക്ടിവേഷൻ, ഞാൻ പറയുന്നില്ല, പാം ആക്ടിവേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതറിയാവുന്നവർക്ക് അത് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ പാം ആക്ടിവേഷൻ അറിയില്ല, നിങ്ങൾ ഗ്ലാസ് 2 കൈ കൊണ്ടും പിടിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയാം. ഈ വെള്ളം നല്ലതാണ്, ഈ വെള്ളം അനുഗ്രഹമാണ്, ഇതെൻ്റെ ജീവന് നല്ലതാണ്, എൻ്റെ ജീവൻ നന്നാക്കുന്നു, എനിക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, എൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻസ്, എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻസ്, അബണ്ടൻസ് വർദ്ധിപ്പിക്കുന്നു തുടങ്ങി നല്ല പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ വെള്ളത്തിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാം. ഇല്ലെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് ശരീരത്തിൽ തെളിക്കാം. നിങ്ങളുടെ സ്ഥലങ്ങളിൽ, ഓഫീസുകളിൽ ആ വെള്ളം നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇതിന് ഇതുപോലെ തന്നെ പറഞ്ഞ് പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് സ്റ്റേഷനിൽ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ വയ്ക്കാം. പക്ഷെ അത് പിന്നെ നിങ്ങൾ കുടിക്കരുത്. കാരണം വരുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും, എല്ലാ നെഗറ്റീവ് വൈബ്രേഷനുകളെയും അത് ക്യാപ്ചർ ചെയ്ത് വെക്കും. അതിനെ ഡിസ്പോസ് ചെയ്യാനേ പാടുള്ളൂ. നിങ്ങളത് കുടിക്കാനായിട്ട് ഇടയാവരുത്. ആ ഒരു ഓർമ്മ വേണം. അതുകൊണ്ടാണ് ചിലവർ കടകളിലൊക്കെ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനർജി അബ്സോർബേഷന് വേണ്ടിയിട്ട് വാട്ടറിനെ പ്രോഗ്രാം ചെയ്തിട്ട് ലെമൺ കൂടി വെച്ച് ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണത്. നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട് കടകളിലൊക്കെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ഒരു നാരങ്ങ ഇട്ട് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നതും മറ്റൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആ ക്വാളിറ്റികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി ചെയ്യുന്ന എന്താണ്, നെഗറ്റീവ് എനർജികളെ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ഒരു വിജയത്തിന് വേണ്ടിയിട്ട്, ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് വെള്ളത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ചക്രകളെ ഹീൽ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, കുറച്ച് ലെങ്തിയാണ് അത് പ്രോസസ്സ്. ചക്രകളെ ഹീൽ ചെയ്യാൻ, ചക്ര ബാലൻസ് ചെയ്യാനെല്ലാം വാട്ടർ പ്രോഗ്രാമിലൂടെ നടക്കും. ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാൻ സാധിക്കും, അത് ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൂ. മറ്റൊന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളത്തെ ഏത് രീതിയിലെല്ലാം ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ നോളേജാണ് നിങ്ങൾക്കിപ്പോൾ തന്ന് പോയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക്
കുറേ കാര്യങ്ങൾ നോട്ടുകൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നമുക്കൊരു റിച്വലിലേക്ക് കിടക്കാം. അതോ കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണോ? അത് വേണ്ടവർക്ക് നിങ്ങൾ തംസപ്പ് ഇടാം. അതല്ല റിച്വലിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ റൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കിനി ഏതാണ് കൂടുതൽ ടോപ്പിക് ലെക്ചറിൽ പോകണോ അതോ റിച്വൽ നമുക്ക് ആ ഒരു ഹീലിംഗ് റിച്വലിലേക്ക് കടന്നു പോകണം. റിച്വലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൈ റൈസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും തമ്പ് ഇനിയും കൂടുതൽ ക്ലാസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. എത്ര പേരുണ്ടെന്ന് നോക്കിയില്ല. ഓക്കെ, ബോബി ഓക്കെ മാത്രമാണ് റിച്വലിലേക്ക് പോകണം. ഡെഫിനറ്റ്ലി റിച്വൽസ് ഉണ്ടാകും, ഹീലിംഗ് സെഷൻ ഉണ്ടാകും. കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഒരു നിങ്ങൾക്ക് പ്രോഗ്രാം എങ്ങനെ ഇൻറ്റൻഷൻ വഴി നിങ്ങളുടെ തോട്ട്സ് വേർഡ്സ് വഴി എങ്ങനെ ഒരു വാട്ടർ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ഒരു ഗ്ലാസ് ക്ലീൻ വാട്ടർ എടുക്കുക. ഡ്രിങ്കബിൾ വാട്ടർ എന്ന് ഞാൻ പറയുമ്പോൾ ക്ലീൻ വാട്ടർ, ലൈഫ് എനർജി ഉള്ള വാട്ടർ. അത് ബോയിൽഡ് വാട്ടർ ആകരുത്, അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്തതാകരുത്. കാരണം അതിലുള്ള ലൈഫ് എനർജിന് മുഴുവൻ അതിനെ കൊന്നു കളയുന്നതാണ് ക്ലോറിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ബോയിൽ ചെയ്യുമ്പോഴെല്ലാം. നിങ്ങൾ കിണറിൽ നിന്ന് ശുദ്ധമായ വെള്ളം എടുക്കുക. നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം വെച്ചിരിക്കുന്ന മിനറൽ വാട്ടറിൽ എന്ന് പറയുന്നത് ഒന്നും തന്നെ ലൈഫ് എനർജി ഇല്ലാത്ത വെള്ളമാണ്. ഇതെല്ലാം ദാഹം ശമിപ്പിക്കാമെന്നല്ലാതെ സ്പിരിച്വൽ എനർജി ഇല്ലാത്ത വെള്ളമാണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലൈഫ് എനർജി വെള്ളം. അത് നിങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് ചില ഫ്രാൻസിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ വിലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആളുകൾ അത്രയും വിലയാണെങ്കിൽ പോലും ആ വെള്ളം എടുത്ത് കുടിക്കാനുള്ള കാരണങ്ങൾ അതാണ്. കാരണം അതിൽ ലൈഫ് എനർജി ഉണ്ട്. അത് തൽക്കാലം ആ ലൈഫ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വർദ്ധിപ്പിക്കാൻ, ന്യൂട്രൽ വെള്ളം ഡിസ്റ്റിൽ വാട്ടറിൽ ചേർത്ത് അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. അത് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ പറയുന്ന റിച്വൽ നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളൊരു ഗ്ലാസ് ക്ലീൻ വാട്ടർ എടുക്കുക, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലിരിക്കുക, ഒച്ചപ്പാടുകളും ബഹളവും ഇല്ലാത്ത ഒരു മുറിയിൽ, നിങ്ങളുടെ പ്രൈവറ്റ് ഒരു മുറിയിൽ കയറിയിരുന്നാൽ നല്ലത്. അതിനുശേഷം 2 കൈകൾ കൊണ്ടും നിങ്ങളുടെ വെള്ളം, ഇപ്പോൾ സപ്പോസ് എൻ്റെ ഗ്ലാസ് ബോട്ടിലാണ്, നിങ്ങളിതിനെ 2 കൈ കൊണ്ടും പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? 2 കൈ കൊണ്ടും അതുപോലെ ഗ്ലാസ്സിന് അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുള്ള വെള്ളത്തെ നിങ്ങൾ പിടിച്ച് 2 കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് കണ്ണടയ്ക്കുക. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ പറയേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീലിംഗ് ഇൻറ്റൻഷൻ, എന്ത് ആവശ്യമാണ് വേണ്ടത്. ഇത് രോഗം മാറുവാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ബ്ലോക്കുകൾ മാറുവാനാണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ്സിനാണോ, എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ ആവശ്യം നിങ്ങൾ ചിന്തിക്കുക. ദാറ്റ് ഈസ് യുവർ ഇൻറ്റൻഷൻ. നിങ്ങളുടെ ഇൻറ്റൻഷൻ അതാണ്, നിങ്ങളുടെ ഉദ്ദേശം അതാണ്. എന്താണ് ഈ ഹീൽഡ് വാട്ടർ കൊണ്ട് സംഭവിക്കേണ്ടതെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ തന്നെ കാണേണ്ടത് ബ്രൈറ്റ് ലൈറ്റ്, ഹീലിംഗ് ലൈറ്റ്, വൈറ്റ് ലൈറ്റോ അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റോ, പല കളറുകളുണ്ട്. അത് കളർ സ്പെക്ട്രം പഠിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവരാം. നിങ്ങളൊരു ബ്രൈറ്റ് ലൈറ്റ്, അതിതീവ്രമായ ഒരു വെളിച്ചം, ഒരു ഹീലിംഗ് വെളിച്ചം ഈ വെള്ളത്തിലേക്ക് വരുന്നത് കാണുക. നിങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം ഈ കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിലേക്ക്, ആ വെള്ളത്തിലേക്ക് അടിക്കുന്നതിൻ്റെ ഒരു ലൈറ്റ് ബീം അതിലേക്ക് അടിക്കുന്നത് നിങ്ങളുടെ ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആദ്യം കണ്ട ഇൻറ്റൻഷൻ, എന്തിനാണ് നിങ്ങൾ ചെയ്യണമെന്നുള്ള ആ ഇൻറ്റൻഷൻസിനെ നിങ്ങൾ സംസാരിക്കുക. ചിന്ത മാത്രമല്ല, യു സ്പീക്ക് ഔട്ട് ദ ഇൻറ്റൻഷൻ. നിങ്ങൾ ചെറിയ രീതിയിൽ പിറുപിറുക്കുന്നത് പോലെയെങ്കിലും യു ഹാവ് ടു സ്പീക്ക് ഔട്ട്. നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് ആ ഇൻറ്റൻഷൻ വേർഡ് ഫോമിൽ വരണം. അതാണ് മന്ത്ര. നിങ്ങൾ ചെല്ലുന്ന ജപിക്കുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്ന പോലെ സ്പോക്കൺ വേർഡ്സ്, അത് വായിൽ നിന്ന് പുറത്തേക്ക് ആ വെള്ളത്തിലേക്ക് വരണം. ആ വെള്ളത്തിലെത്തുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. തൊണ്ട തുറന്ന് അലറിയൊന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ മൃദുവായ ശബ്ദത്തിൽ തന്നെ പറഞ്ഞാൽ നല്ലതാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത്, ദിസ് വാട്ടർ ക്യാരീസ് പ്യുവർ ഹീലിംഗ് എനർജി. വളരെ പ്യുവറായ,
നിർമ്മലമായ സൗഖ്യമാക്കുന്ന എനർജി ഈ വെള്ളം ക്യാരി ചെയ്യുന്നു, വഹിക്കുന്നു. ദിസ് വാട്ടർ റിമൂവ്സ് ഓൾ നെഗറ്റീവ് വൈബ്രേഷൻ ഫ്രം മൈ ബോഡി. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് വൈബ്രേഷൻസുകളെയും ഈ വെള്ളം റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അഫർമേഷൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് യു ക്യാൻ മേക്ക് എ ഹീലിംഗ് വാട്ടർ യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹീൽഡ് വാട്ടറും ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. വൃത്തിയുള്ള കുടിക്കാൻ കഴിയുന്ന ലിവിങ് വാട്ടർ നിങ്ങൾ എടുക്കുക. ആ ലിവിങ് വാട്ടർ 2 കൈകൊണ്ടും നിങ്ങൾ അതിനെ ചേർത്ത് പിടിച്ചിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. എന്താവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ആ വെള്ളം പ്രോഗ്രാം ചെയ്യുന്നത് അത് മനസ്സിൽ കാണുക. അതിനുശേഷം ഒരു ശക്തമായ തീവ്രമായ പ്രകാശം ആ വെള്ളത്തിലേക്ക് വന്ന് പതിക്കുന്നത് കാണുക. അതോടൊപ്പം തന്നെ ഇൻറ്റൻഷൻ എന്താണ് കണ്ടത് ആ ഇൻറ്റൻഷന് നിങ്ങൾ സ്പീക്ക് ഔട്ട്, അത് പുറത്തേക്ക് പറയുക. ഒരു 1-2 മിനിറ്റുകൾ മാത്രം മതി ഈ വാട്ടർ ഫോർമേഷൻ നടക്കാനായിട്ട്. അതിനുശേഷം നിങ്ങൾ അത് കുടിക്കാനാണെങ്കിൽ കുടിക്കുക, അല്ലെങ്കിൽ അതിന് ഡിസ്കാർഡ് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങളത് വലിച്ച് ഡിസ്കാർഡ് ചെയ്യുന്നതാണെങ്കിൽ അത് ഏത് ആവശ്യമാണെന്നുള്ളത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്തെല്ലാം ചെയ്യാമെന്ന്, അതനുസരിച്ച് ചെയ്യുക. അടുത്ത നെഗറ്റിവിറ്റി എലിമിനേറ്റ് ചെയ്യുന്ന റിച്വലും കൂടി പറയണോ? ഓക്കെ. ഇതുപോലെ തന്നെ ശുദ്ധമായ വെള്ളം എടുക്കുക ഗ്ലാസ്സിൽ. അതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് സീ റോക്ക് സോൾട്ട് അതിലിടാം. ഒരു പിഞ്ച്, ഒരു നുള്ള് സീ റോക്ക് സോൾട്ട് ഇടാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെ വിഷ്വലൈസേഷൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡുകൾ ചെയ്തിട്ട് അത് ഒരു രോഗം മാറുവാനുള്ള ആളാണെങ്കിൽ അയാളുടെ അടുത്ത് ഹെഡ് സൈഡിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ അയാൾ കിടക്കുന്ന കട്ടിലിൻ്റെ അണ്ടറിൽ വയ്ക്കാം. അതിനുശേഷം 24 hour സർക്കിൾ വെയിറ്റ് ചെയ്യുക. 24 hour സർക്കിളിന് ശേഷം ആ വെള്ളം എടുത്ത് ഡിസ്കാർഡ് ചെയ്യുക, നശിപ്പിച്ച് കളയുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൽ ചെയ്യാം. നിങ്ങൾ ധാരാളം നെഗറ്റിവിറ്റി വരുന്ന ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിലാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വെള്ളം പ്രോഗ്രാം ചെയ്തിട്ട് ആദ്യം പറഞ്ഞ പക്ഷേ ഇതിൽ അല്പം സോൾട്ടും കൂടി ആഡ് ചെയ്യണം. നെഗറ്റിവിറ്റികളെ ക്യാപ്ചർ ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ടുള്ള സീ റോക്ക് സോൾട്ടും കൂടി അതിൽ ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിമാണ്. നിങ്ങളുടെ ഓഫീസിൽ രാവിലെ നിങ്ങൾ വന്ന് ഇരുന്ന് ടേബിളിലിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇത് പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക. ഓഫീസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ വെള്ളത്തെ നിങ്ങൾ പുറത്ത് ഡിസ്കാർഡ് ചെയ്യുക. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഇതെല്ലാം പലരും ചെയ്യുന്നുണ്ട്, പല രീതികൾ, പല കൾച്ചർ ബേസ്ഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നവരാണ്. നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇനി നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. സിമ്പിളാണ്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? കൈപൊക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിച്വലിലേക്ക് കടക്കാം. ഇനി ഓറ ക്ലീൻസിങ് ഉണ്ടാക്കുന്ന വെള്ളം ഇതാണ്. ഇതൊക്കെ ബേസിക് ഹീലിംഗ് വാട്ടറിലാണ്. ഇതിൻ്റെ മൾട്ടി ലെയർ ഡയമെൻഷൻ, മൾട്ടി ലെയർ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം മറ്റ് എലമെൻറ്റുകൾ ഇതിലൂടെ ആഡ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. നമ്മൾ പറയും മുപ്പിരി കയർ അല്ലേ, പല 3 പിരി കയർ വെച്ച് വരുമ്പോൾ വളരെ കൂടി ശക്തമാവുന്നത് പോലെ 1 ലെയർ ആഫ്റ്റർ 1 ലെയർ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ശക്തമായിട്ട് പലതും ഇതിൻ്റെ കൂടെ ചെയ്ത് ബേസിക് വാട്ടറിൻ്റെ ക്വാളിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള വില, ഇതിനൊന്നും യാതൊരു വിലയുമില്ല. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. നിങ്ങൾ പല കാര്യങ്ങളും മേടിച്ച് കാശ് കളയാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് അപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം തള്ളിയാൽ മാറുന്നില്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കണം. ഫോഴ്സ് ഉപയോഗിക്കാനായിട്ട് മറ്റ് ചില എലമെൻറ്റുകളുടെ ആവശ്യം വരും. അതില്ലാത്ത സമയത്ത് നമുക്ക് വളരെ നിസ്സാരമായിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെളി കളയാൻ വെള്ളം മതി, ശുദ്ധമായ വെള്ളം മതി. പക്ഷേ രോഗാണുക്കളും കൂടി പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ഡെറ്റോൾ ഇടും. അതുപോലെ ചില എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഹാപ്പിയാണോ? ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് പോട്ടെ. നമ്മൾ 10:20 എത്തി.
ഓൾമോസ്റ്റ് 1 അവറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റിച്വൽ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഹീബ്രു വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇന്നിപ്പോൾ ഹീബ്രു ക്ലാസ്സുകൾ നടക്കുകയാണ്, ഹീബ്രു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും ഉണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഹീബ്രു വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാട്ടർ ഹീലിങ്ങിൻ്റെ റിച്വലാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആകുക. ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് എഴുതിയെടുക്കുക. നിങ്ങൾക്കതിനെ ഉപയോഗിക്കാം, അതിനെ പറയാം. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട്, ഇതിൻ്റെ വലിയ ഒരു ഫോമുണ്ട്, വലിയ ഫോമിലേക്ക് ഞാൻ ഇന്ന് ഏതായാലും പോകുന്നില്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചില സംശയങ്ങളും കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമുക്ക് അതിനോട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഹീബ്രു വേർഡ്സിൻ്റെ ഹീലിംഗ് വേർഡ്സ് നമുക്ക് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചില ഹീബ്രു വാക്കുകൾ നമ്മുടെ സാൻസ്ക്രിറ്റ് പോലെ, സംസ്കൃതം പോലെ തന്നെ വളരെ പുരാതനമായ സേക്രഡ് ലാംഗ്വേജാണ് ഹീബ്രു. അപ്പോൾ ഹീബ്രുവിൻ്റെ വാക്കുകളെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ കോമൺ ആയിട്ട് പറയാറുണ്ട്. എൻ്റെ ഗ്രൂപ്പിലൊക്കെ ധാരാളം അതിനെക്കുറിച്ച് റൈറ്റപ്സ് ഞാൻ ഇടാറുണ്ട്. ഹീബ്രു വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഇപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ധാരാളം പേരുണ്ട്, അവർക്ക് അത് അറിയാൻ പറ്റും. അത് പറയുമ്പോൾ ഉണ്ടാകുന്ന എനർജി, വൈബ്രേഷൻസ്, ആ വൈബ്രേഷൻസിന് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഫോക്കസ് വാട്ടർ ബേസ്ഡ് ഹീലിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹീബ്രു വേർഡ്സുകളും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഹീബ്രു വേർഡ് വെള്ളത്തിന് പറയുന്നത് ഒന്നാണ് മയീം, MAH, മയീം. ഒരുമിച്ച് പറയുമ്പോൾ മയീം എന്നുള്ള വേർഡാണ് വാട്ടർ എന്നുള്ളതിന്, അതായത് ജീവജലം എന്നുള്ള വേർഡായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഹീലിംഗ് എന്നുള്ളത്, സൗഖ്യമാക്കുക എന്നുള്ള വേർഡ് ആഡ് ആവുന്നതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് റാഹ്, RAH, റാഹ് ഫഹ്, FAH, റാഹ് ഫഹ്. ഒരുമിച്ച് പറയുമ്പോൾ റാഫ, റാഫ. ഹീലിംഗ് എന്നുള്ളതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് റാഫ. അതിനോടൊപ്പം ചേർത്ത് പറയുന്ന മൂന്നാമത്തെ വേർഡാണ് SHA, ഷാ, LOM, ലോം, ഷലോം, ഷലോം. പീസ്, ഹാർമണി. അപ്പോൾ വെള്ളം, ഹീലിംഗ്, സമാധാനവും ഹാർമണിയും, ഈ അർത്ഥങ്ങൾ ഒരുമിച്ചുള്ള വേർഡാണ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം മറ്റൊരു വാക്കുണ്ട് OR, OR, OR. OR എന്നുള്ളതിൻ്റെ മീനിങ്, ഹീബ്രുവിലുള്ള OR എന്നുള്ളതിൻ്റെ മീനിങ് ഡിവൈൻ ലൈറ്റിനെ പറയുന്നതാണ് OR. മറ്റൊരു വാക്കാണ് CHAIM, ഖയീം, CHAIM, ഖയീം. ലൈഫ് എനർജിയെ പറയുന്ന ഹീബ്രു വേർഡാണ് ഖയീം. ഇത് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് പറയുക. സംശയമുള്ളവർ പ്രൊനൗൺസിയേഷൻ എന്നോട് പേഴ്സണലായിട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ ഈ വേർഡുകൾ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ ഇടുകയാണെങ്കിൽ ആസ് എ ഹോംവർക്ക് എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ സാധിക്കും. ഇന്ന് കറക്റ്റ് ചെയ്ത് പോകാൻ ടൈമില്ല. താല്പര്യമുള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ചെയ്യേണ്ട ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു? വെള്ളം എന്ന് അർത്ഥമുള്ള മയീം, റാഫ ഹീലിംഗ് ആണ്, റാഫ. ഷലോം, പീസ്, സമാധാനം, ഹാർമണി. മറ്റൊന്നാണ് ഡിവൈൻ ലൈറ്റ്, ഓർ. മറ്റൊന്നാണ് ലൈഫ് എനർജി, ഖയീം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളത്, നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇരിക്കുക, ശ്വാസം നന്നായിട്ടെടുക്കുക, ശ്വാസം എടുത്ത് വിടുക. നിങ്ങൾ ഹീലിംഗ് എനർജിയെ ഫോക്കസ് ചെയ്യുക. ഹീലിംഗ് എനർജി, നിങ്ങളിലേക്ക് വരുന്ന ഹീലിംഗ് എനർജി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇൻറ്റൻഷൻ നിങ്ങൾ കാണുക.
എന്താണ് ഇൻറ്റൻഷൻ? നിങ്ങൾ കാണേണ്ട ഇൻറ്റൻഷൻ, ഐ ബ്ലെസ് ദിസ് വാട്ടർ വിത്ത് ഡിവൈൻ ഹീലിംഗ് ഫോർ ദ ഹയസ്റ്റ് ഗുഡ്. ഏറ്റവും ഉന്നതമായ നന്മയ്ക്കായിട്ട് ഞാൻ ഈ വെള്ളത്തെ ദൈവികമായ സൗഖ്യത്തിന് വേണ്ടി അനുഗ്രഹിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ്സുകൾ എടുക്കുക. അതിനുശേഷം ഗ്ലാസ് താഴെ വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെഴുകുതിരി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലാമ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കത്തിക്കാം. ഇറ്റ്സ് എ ഡിവൈൻ ലൈറ്റ്, ഒരു സിംബോളിക് ആക്ഷനാണ്. യു ആർ ലൈറ്റിംഗ് എ ഡിവൈൻ ലൈറ്റ്. അതിൻ്റെ പ്രസൻസ് നിങ്ങളിൽ വരാനായിട്ട് ഒരു ഡിവൈൻ ലൈറ്റ്. അതുകൊണ്ടാണ് ടോക്സിൻ ഫ്രീ ആയ, ഒട്ടും തന്നെ ടോക്സിക് അല്ലാത്ത പ്യുവർ ആയിട്ടുള്ള ബീ വാക്സോ സോയ വാക്സോ കോക്കനട്ട് വാക്സോ തുടങ്ങിയ പ്യുവർ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള, നമ്മൾ പറയുന്ന നറുനെയ് ദീപം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ദീപങ്ങളാവാം. അപ്പോൾ ഒരു ഡിവൈൻ ലൈറ്റിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ആ ഗ്ലാസ് നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക. അത് ചെയ്തു കഴിഞ്ഞവർക്ക് തമ്പിടാം. ഒരു മിനിറ്റ് ടൈം നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. എല്ലാവരുടെയും കയ്യിൽ അത് കൊണ്ടുവന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഗ്ലാസ് കയ്യിൽ പിടിക്കുക. നിങ്ങളുടെ മുമ്പിൽ ആ ഡിവൈൻ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടച്ച് ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. സാവധാനത്തിൽ ശ്വാസം എടുത്ത് 4-5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. അതിൻ്റെ ഒരു 3 സർക്കിൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്കറിയാം, ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹീലിംഗ് ആണ്. രോഗം മാറണം, ഫിനാൻഷ്യൽ പ്രോബ്ലം മാറണം, കുടുംബത്തിൽ സമാധാനം വേണം, ഐശ്വര്യം വേണം, വാട്ട് എവർ യു റിക്വയർ, എല്ലാത്തിനെയും നമ്മൾ ഹീലിംഗ് എന്നുള്ള ഒരു വേർഡിലാണ് പറഞ്ഞത്. സൗഖ്യം എന്നുള്ള വാക്കിലാണ് നിർത്തുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതുമാകാം. അപ്പോൾ ആ ഹീലിങ്ങിന്, നിങ്ങൾക്ക് ആവശ്യമായ ഹീലിങ്ങിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരരുത്. 1-2 കാര്യങ്ങൾ മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇത് പിന്നീട് പലപ്പോഴുമായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുക. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ക്ലീൻ വാട്ടർ, ഗ്ലാസ്, ഒരു പ്യുവർ ലൈറ്റ്. ദെൻ നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ പറയുക, എന്നോടൊപ്പം പറയുക. ഐ ബ്ലെസ് ദിസ് വാട്ടർ, ഐ ബ്ലെസ് ദിസ് വാട്ടർ വിത്ത് ഡിവൈൻ ഹീലിംഗ് ഫോർ ദ ഹയസ്റ്റ് ഗുഡ്. നിങ്ങളുടെ ഫോക്കസ് എന്താണെന്നുള്ളത്, എൻ്റെ രോഗം മാറണം, എൻ്റെ ജോലിയിൽ തടസ്സം മാറണം, എൻ്റെ ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറണം, വാട്ട് എവർ, അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളതിനെ കാണുക. അതിനുള്ള റെമഡിയാണ്. അതിൻ്റെ നെഗറ്റിവിറ്റികളല്ല വാട്ടർ അബ്സോർവ് ചെയ്യുന്നത്. ദ വാട്ടർ ഈസ് മേക്കിംഗ് എ സൊല്യൂഷൻ. അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ വളരെ സ്ലോവിൽ ഈ വാക്കുകൾ ഏറ്റുപറയുക. മായീം റഫ ഷലോം. 7 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക. കണ്ണുകൾ അടച്ച്. നിങ്ങൾ എന്തിനാണ് റെമഡി ആയിട്ട് ചെയ്യുന്നത്, പരിഹാരം വരുത്തുവാൻ ശ്രമിക്കുന്നത്, എന്ത് പരിഹാരമാണ്, എന്ത് ഹീലിംഗ് ആണ് വേണ്ടത് എന്നുള്ളതിനെ കണ്ടുകൊണ്ട് 7 തവണ ഈ 3 വാക്കുകൾ പറയുക. അത് ചെറിയ ശബ്ദത്തിൽ പറയണം. ആ വെള്ളത്തിലേക്ക് ആ ഹീലിംഗ്, ആ മാജിക്കൽ എനർജി വരുവാനായിട്ട് പറയുക. എന്നോട് ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറയാം. മയീം റഫ ഷലോം, 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 മയീം റഫ ഷലോം.
7 പ്രാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വിഷ്വലൈസേഷൻ നോക്കുക. ഒരു വൈറ്റ് ഹീലിംഗ് ലൈറ്റ്, രോഗസൗഖ്യം വരുത്തുന്ന വെളുത്ത പ്രകാശം, വൈറ്റ് ലൈറ്റ് ഈ വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുക. ഒരു വൈറ്റ് ലൈറ്റിൻ്റെ ബീം, ഒരു തൂണ് പോലെ ഈ വെള്ളത്തിലേക്ക് പ്രകാശം അതിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണുക. വെളുത്ത രോഗസൗഖ്യത്തിൻ്റെ പ്രകാശം വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുക. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയെ നോക്കുക. നോക്കിയിട്ട് പറയുക, മയീം തഹോർ. അതിൻ്റെ അർത്ഥം പ്യുവർ വാട്ടർ, നിർമ്മലമായ വെള്ളം. മയീം എന്ന് പറഞ്ഞാൽ വാട്ടർ, തഹോർ പ്യുവർ, നിർമ്മലമായ, 100% പരിശുദ്ധമായ ജലം, ജീവജലം. ദെൻ വീണ്ടും നിങ്ങൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുക, ഓർ ഖൈം റാഫ. അർത്ഥം ഓർ ലൈറ്റ്, ഖൈം ലൈഫ്, റാഫ ഹീലിംഗ്. അത് ചേർത്ത് നമ്മൾ പറയുക, ഓർ ഖൈം റാഫ, 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 ഓർ ഖൈം റാഫ. അതിനുശേഷം നിങ്ങൾ ഈ വെള്ളത്തിനെ ബ്ലെസ് ചെയ്യുകയാണ്. സീലിംഗ് ദ ബ്ലെസ്സിങ് നമ്മൾ പറഞ്ഞു. എഗെയിൻ ആദ്യം പറഞ്ഞ കമാൻഡ് 7 തവണ, മയീം റാഫ ഷലോ, 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 മയീം റാഫ ഷലോ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സ്ലോയിൽ ഈ വെള്ളത്തെ നിങ്ങളുടെ ഹാർട്ടിലേക്ക് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക, വളരെ മൃദുവായിട്ട് പറയുക, ഡിവൈൻ ഹീലിംഗ് ഫ്ലോസ് ത്രൂ എവരി സെൽ ഓഫ് മൈ ബോഡി. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ദൈവികമായ സൗഖ്യം ഒഴുകുന്നു. അതിനുശേഷം ഈ വെള്ളം വളരെ സ്ലോയിൽ കുടിക്കുക, സിപ്പ് ചെയ്ത് കുടിക്കുക. ദെൻ ഒരുമിച്ച് പറയുക, ഷാലോം, പീസ് ആൻഡ് കംപ്ലീഷൻ. ഷാലോമിന് വളരെയധികം ഡയമെൻഷണൽ മീനിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു കംപ്ലീഷനും സമാധാനത്തിനും ഷാലോം തന്നെ പറയും. ദെൻ നിങ്ങൾക്ക് സേക്രഡ് ചാൻഡ് എന്നായിട്ട് പറയാനുള്ള മുഴുവൻ വാക്കുകളും നിങ്ങൾക്ക് പറയാം. മയീം റാഫ ഖൈം ഷലോം, ഓർ എലോഹീം ഷലോം. ഇത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. മയീം റാഫ ഖൈം
Shalom or Elohim Shalom. അതിൻ്റെ അർത്ഥം വാട്ടർ ബ്രിങ് ഹീലിംഗ്, ലൈഫ്, ഡിവൈൻ ലൈറ്റ് ആൻഡ് പീസ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഹീബ്രു ഭാഷയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. മയീം റാഫ ഖയീം ഷലോം ഓർ എലോഹീം ഷലോം. വാട്ടർ ബ്രിങ് ഹീലിംഗ്, ലൈഫ്, ഡിവൈൻ ലൈറ്റ് ആൻഡ് പീസ്. ഇത് നിങ്ങൾക്ക് ഒരു 3-4 മിനിറ്റുകൾ ആസ് എ ചാൻറ്റിങ്, മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലെ തന്നെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാം. ഇത് നിങ്ങൾക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്യുന്നു വെച്ചാൽ, ഫിസിക്കൽ ഹീലിങ്ങിന്, ഇമോഷണൽ ഹീലിങ്ങിന്, നെഗറ്റീവ് എനർജി റിമൂവലിന്, പ്രൊട്ടക്ഷന്, പ്രോസ്പെരിറ്റിക്ക്, റിലേഷൻഷിപ്പ് ഹാർമണി, സ്പിരിച്വൽ ഗ്രോത്ത് തുടങ്ങി ധാരാളം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ഹീലിംഗ് ആണോ അത് പറയുക, രോഗങ്ങൾ മാറുന്നതല്ല. ഇമോഷണൽ ഹീലിംഗ് ആണോ അത് കാണുക, അത് പറയുക. നെഗറ്റീവ് എനർജി റിമൂവലാണോ, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഫസ്റ്റ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. ഇതിൽ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കും. ഓക്കെ, നമ്മുടെ റിച്വൽ കഴിഞ്ഞു. നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്, സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്. ഇനി ഇതിൻ്റെ 5 days കോഴ്സ്, കംപ്ലീറ്റ് ഹീലിംഗ് വാട്ടർ തെറാപ്പി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ചേരാം, പഠിക്കാം. ഒരു 5 day കോഴ്സാണ്. ഓൾമോസ്റ്റ് 1.5 hour 2 hour ഉള്ള 5 ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് പഠിച്ച് തീർക്കുന്ന കംപ്ലീറ്റ് വാട്ടർ ഹീലിംഗ്. അതിൻ്റെ വളരെ ശക്തമായ ഇതിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ചേരാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സ് ഫീ അടയ്ക്കാം, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ബേസ് ചെയ്തിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. സോറി, റിച്വൽസ് ചെയ്തപ്പോൾ പറഞ്ഞോളൂ. റിച്വൽസ് ചെയ്തപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് വേർഡ്സ് അതൊക്കെ ക്ലിയർ ആയില്ലായിരുന്നു. അവിടെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എന്തെന്നുള്ള മനസ്സിലായിരുന്നു, കേൾക്കാൻ പറ്റില്ലായിരുന്നു. ലാസ്റ്റ് പറഞ്ഞ എല്ലാ വാക്കുകളും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് പറഞ്ഞത്. നമ്മൾ വാട്ടർ ബ്രിങ് ഹീലിംഗ്, ലൈഫ്, ഡിവൈൻ ലൈറ്റ് ആൻഡ് പീസ്. അതിൻ്റെ ചാൻറ്റിങ് ആണ് മയീം റാഫ ഖയീം ഷലോം ഓർ എലോഹിം ഷലോം. എലോഹിം, ലാസ്റ്റ് വേർഡ് എലോഹിം ഷലോം. സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ELOHIM എലോഹിം. എലോഹിം അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആസ് എ മന്ത്രോച്ചാരണം പോലെ ചാൻറ്റ് ചെയ്യാം. മയീം റാഫ ഖയീം ഷലോം ഓർ എലോഹിം ഷലോം. അത് പലതവണ നിങ്ങൾക്ക് അത് ചെയ്യാം. അതിൻ്റെ മീനിങ് ആണ് പറഞ്ഞത്. വാട്ടർ ബ്രിങ് ഹീലിംഗ്, ലൈഫ്, ഡിവൈൻ ലൈറ്റ് ആൻഡ് പീസ്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞ അതിൻ്റെ എനർജി വളരെ പ്യുവറാണ്. അത് ഡിവൈൻ ലൈറ്റ് ആണ്, അത് സമാധാനമാണ്, അത് രോഗശാന്തിയാണ്. അതാണ് നമ്മൾ ഹീബ്രുവിൽ പറയുന്നത്. ഇതിൽ എത്ര ഡ്യൂറേഷൻ, എത്ര നേരത്തേക്ക് റിച്വൽസിന്റെ ഡ്യൂറേഷൻ ഈ ഇപ്പോൾ പറഞ്ഞതാണോ അതോ ഇത് കംപ്ലീറ്റ് ആണോ? ഈ റിച്വൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോ ആവശ്യങ്ങൾക്കും, ഫിസിക്കൽ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ്, ഇതിന് ഓരോ ആവശ്യങ്ങളായിട്ട് ചെയ്യുക. എല്ലാത്തിനെയും ഒരുമിച്ച് ചെയ്യാതിരിക്കുക. പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുക. അതിനുശേഷം ആ വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമുള്ളവർ കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെയ്യാവുന്നതാണ്. ഈ നെഗറ്റീവ് എനർജി റിമൂവൽ ആണെങ്കിൽ വെള്ളം ഒഴുകുന്ന വെള്ളത്തിൽ കളയാനായിരിക്കും അല്ലേ? യെസ്.
താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാം, ഓപ്പൺ ആയിട്ട് എന്ത് സംശയങ്ങളും ചോദിക്കാം കേട്ടോ. നമസ്കാരം സാർ, ഇത് ഒന്ന് എത്ര ദിവസം ചെയ്യണം? ഒരു വിഷയത്തിനുള്ള ഹീലിംഗ് എത്ര ദിവസം തുടർച്ചയായി ചെയ്യേണ്ടി വരും? അത് ഡിപ്പെൻഡിങ്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് അനുസരിച്ചാണ് അതിൻ്റെ ഇത്. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്താൽ തന്നെ ഹീലിംഗ് ഉണ്ടാവും. ഇപ്പോഴും തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടറിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ആ വാട്ടർ നിങ്ങൾ സിപ്പ് ചെയ്ത് കുടിച്ചപ്പോൾ യു ഫീൽ എ സംതിങ് ഹാപ്പനിങ്, നിങ്ങൾക്കൊരു പ്രത്യേകതകൾ ഉണ്ടാവാം. വി ക്യാൻ ഫീൽ സംതിങ് ഡെഫിനറ്റ്ലി ആയിട്ടും. അറ്റ്ലീസ്റ്റ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് പോലും മാറും. കാരണം ഇറ്റ് ഈസ് കണ്ടെയ്നിങ് എനർജി, ഇറ്റ് ഈസ് കണ്ടെയ്നിങ് ലൈഫ്, ഇറ്റ് ഈസ് കണ്ടെയ്നിങ് ഡിവൈൻ ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് വീണ്ടും ചെയ്യാം, തുടരാം, നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാവും. കാരണം വെള്ളത്തിൻ്റെ ഗുണങ്ങൾ, അതുകൊണ്ടാണ് അവയർനെസ് ക്ലാസ് പറഞ്ഞത്. എന്താണ് വെള്ളം, വെള്ളത്തിൻ്റെ ഗുണങ്ങൾ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിലേക്ക് എങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാം, അതിലേക്ക് എങ്ങനെ സേക്രഡ് വേർഡ്സ് വഴി നമുക്ക് എനർജി അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാം. അതാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇത്ര സൂര്യാസ്തമയത്തിന് മുമ്പ് ചെയ്യണം, അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഏത് സമയം നിങ്ങൾ അതുകൊണ്ടാണ് ഒരു ക്യാൻഡിൽ ഉപയോഗിച്ചു ആ ലൈറ്റിൻ്റെ റെപ്ലിക്ക നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാം വിഷ്വലൈസേഷനിലാണ്. എനർജി ഓൾവേസ് അവിടെ ഉണ്ട്. നമ്മൾ വിസിബിൾ സ്പെക്ട്രത്തിൽ വെളിച്ചം കണ്ടില്ലെങ്കിലും ഇറ്റ് ഈസ് ദയർ, ആ എനർജി അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ വിഷ്വലൈസേഷനിലൂടെ ആ എനർജി ബീമിന്, ലൈറ്റ് ബീമിന് വെള്ളത്തിലേക്കുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണണം. അപ്പോഴാണ് വെള്ളത്തിൻ്റെ എനർജിയുടെ ഷിഫ്റ്റ് നടക്കുന്നത്. നമ്മൾക്ക് ഓരോ വിഷയത്തിനും ഓരോ ദിവസവും ചെയ്യാൻ പറ്റുമോ? തുടർച്ചയായ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. അതിനുശേഷം റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അതിനെ പരിശോധിക്കണം. എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ പ്രശ്നം, ഭയങ്കര ഭയമുള്ള ഒരാളാണെന്ന് കരുതുക. നിങ്ങളുടെ ഭയം ആരെന്ത് പറഞ്ഞിട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങളുടെ ഭയം മാറാനായിട്ട് ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ നോക്കുക എന്തുമാത്രം നിങ്ങൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ 1 at a ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിന് മാത്രം ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് പോയാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസുകൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തുമാത്രം ആ എനർജി, ഇത് നിങ്ങളാണ് ആ എനർജി കൊണ്ടുവരുന്നത് ആക്ച്വലി. നമ്മൾ പറയുമ്പോൾ തറയിൽ ഒരു കല്ല് കിടപ്പുണ്ട്, ആ കല്ല് നമ്മൾ എടുത്ത് എറിഞ്ഞാലാണ് അത് പോവുള്ളൂ. അതേപോലെയാണ് നിങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളാണ് കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ കൊണ്ടുവരുന്നത്, നിങ്ങളാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതിൻ്റെ തിങ്കിങ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ അത് സംഭവിക്കണം. ഇപ്പം നിലത്ത് കിടക്കുന്ന കല്ല് കണ്ടു, എടുത്തു, എറിഞ്ഞു, ആ കല്ല് നമ്മുടെ കയ്യിൽ നിന്ന് ശക്തിയോട് തന്നെ പോകണം. അത് റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ സ്പിരിച്വൽ റിലമിൽ ആ റിയാലിറ്റികൾ സംഭവിക്കുന്നു. അപ്പം അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഏത് കേസിനും ഇത് ഉപയോഗിക്കാം. കൊച്ചുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും എനി ഇഷ്യൂ. അതാണ് ഹീലിംഗ് ഉള്ളതിൻ്റെ വാക്ക് ഉപയോഗിക്കുന്നത്. സൗഖ്യം, എന്തിനു വേണ്ടിയിട്ടുള്ള സൗഖ്യം എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി എന്നുള്ളത്. അല്ല സാർ, കുട്ടികളുടെ വിഷയമാണെങ്കിൽ അത് വെള്ളം എടുത്ത് സീൽ ചെയ്തിട്ട് അവർക്ക് കുടിക്കാൻ കൊടുത്താൽ മതിയോ? ഇതെല്ലാം കുടിക്കുന്ന റിച്വൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിന് ഒരു ഹീലിംഗ് വാട്ടർ ആക്കിയിട്ട് മാറ്റി എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അത് നമ്മളിലേക്ക് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതെല്ലാം റിച്വൽസ് കളയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിൽ ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ ചെയ്തത് നിങ്ങളൊരു മെഡിസിൻ കഴിക്കുന്നതിന് ഈക്വലൻ്റ് പോലെയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ ഒരു ഹീലിംഗ് വാട്ടറാക്കി മാറ്റി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നു. അത് കുട്ടികൾക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ അതിലൊന്നും തന്നെ ചേർക്കുന്നില്ല, ഔട്ട്സൈഡ് നമ്മളൊന്നും ഇടുന്നില്ല. നമ്മളിടുന്നത് എനർജികളാണ്. എനർജി വൈബ്രേഷൻസ് ആണ് അത് അഫക്ട് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ നമ്മുടെ ബോഡി ആ
വൈബ്രേഷൻസുകളുണ്ട്. ആ നെഗറ്റീവ് വൈബ്രേഷൻസിനെ ഈ ചെല്ലുന്ന അതിശക്തമായിട്ടുള്ള പോസിറ്റീവ് ഹീലിംഗ് വൈബ്രേഷൻസ് അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയും അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളിൽ അസുഖം മാറുന്നത്, കാര്യങ്ങൾ നടക്കുന്നത്, തടസ്സം മാറുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഹീലിംഗ് വൈബ്രേഷൻസ് നമ്മുടെ ബോഡി ഓരോ സെല്ലിലും ചെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വൈബ്രേഷൻസുകൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ബ്ലോക്കുകളും മാറും, നെഗറ്റിവിറ്റി മാറും, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മാറും. ഇത് ഒരു ബേസിക് ലെവൽ ഓഫ് ഹീലിംഗ് ആണ്. ഇത് മാറിയിട്ടും ഇത് ചെയ്തിട്ടും മാറാത്തവർ അത് ഡയഗ്നോസ് ചെയ്യണം, കുറേയും കൂടി പഠിക്കണം. നമ്മൾ എന്താണ് കേസുകൾ എന്നുള്ളത് പഠിക്കണം. പക്ഷേ ഇതിൽ ഡെഫിനറ്റ്ലി ചേഞ്ചുകൾ നിങ്ങൾക്ക് കാണാം. ചിലവർക്ക് വളരെ നന്നായിട്ടുള്ള ചേഞ്ചുകൾ തന്നെ ഇതിൽ നിന്ന് കിട്ടും. അത് ഈ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോകുക. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കുക, വിഷ്വലൈസേഷൻ കറക്റ്റ് ആക്കുക. ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഇതിൽ ആരെങ്കിലും കുടിച്ചപ്പോൾ എന്തെങ്കിലും ചേഞ്ച് കിട്ടിയവർക്ക് പറയാം. സാർ ഇത് കുറച്ചും കൂടെ സ്വീറ്റ് ആയിരുന്നു വാട്ടർ. പിന്നെ നമ്മൾ ഈ കുടിക്കുമ്പം ഫുൾ ഗ്ലാസ് ഇപ്പോൾ ഒരു ഇൻറ്റൻഷൻ എടുത്ത് ചെയ്തിട്ട് ആ ഫുൾ ഗ്ലാസ് എടുത്ത വെള്ളം മുഴുവൻ തീർക്കണോ? അതെ അതെ, മുഴുവൻ നമ്മൾ സിപ്പ് ചെയ്ത് വളരെ ഒറ്റയടിക്ക് കുടിക്കരുത്. സിപ്പ് ബൈ സിപ്പ് ടൈം എടുത്ത് അതിനെ കൺസ്യൂം ചെയ്യണം. അത് ഒറ്റയടിക്കില്ലെങ്കിലും നിങ്ങൾ സമയം എടുത്ത് ചെയ്യാം. വാട്ടർ സ്വീറ്റ് ആയിരുന്നു സാർ ഇപ്പം കുടിച്ചത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവും? ഇമ്മീഡിയറ്റ് എഫക്റ്റ് കിട്ടിയ ഉണ്ടോ? എനി ഇൻസൈറ്റ്? എനിക്ക് നല്ല നാരങ്ങ വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ് സാർ എനിക്ക് വന്നത്. ഓക്കെ, എന്തെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് തോന്നിയിട്ടുണ്ടോ? ഒരു ടേസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് കാംനെസ്, പീസ്, നിങ്ങൾ എന്താണ് നിങ്ങൾ അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് എന്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അത് പരസ്യമായിട്ട് പറയാൻ പറ്റുന്നതാണോ? ഉദാഹരണത്തിന് കാലിൻ്റെ വേദനയ്ക്കാണ്, സയാറ്റിക്ക എന്ന് പറയുന്നൊരു വേദന പോലെ ഉണ്ടായിരുന്നു, ഇത് ചെയ്തിപ്പോൾ നോക്കും എനിക്ക് വേദനയില്ല. ാണ് നിങ്ങൾ ചെയ്തത്. മറ്റൊരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് വേറെ റിസൾട്ട് കിട്ടിയതല്ല. നിങ്ങൾ കണ്ട എന്ത് പരിഹാരത്തിന് വേണ്ടി, എന്ത് ഹീലിങ്ങിന് വേണ്ടിയാണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തത്, പറഞ്ഞത്, അതിലെന്തെങ്കിലും മാറ്റം വന്നോ എന്നാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ, എല്ലാം ഒന്നും ഇവിടെ ഓപ്പണായിട്ട് പറയരുത്, പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറയാമെന്നുള്ളൂ. നമ്മുടെ പ്രൈവസി എപ്പോഴും സൂക്ഷിക്കുക. എല്ലാം വാരി വലിച്ച് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അത് ഇനിയും പ്രാക്ടീസ് ചെയ്യുക. ഗ്രൂപ്പിൽ തുടരാൻ താല്പര്യമൊക്കെ തുടരുക. ഇതിൽ ചില അറിവുകളെല്ലാം പറയുന്നതാണ്, അത് നിങ്ങൾ നോക്കുക, പഠിക്കുക. ഇതിൻ്റെ ചെറിയ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ല. നിങ്ങൾ ഇതിൽ അനുഭവം കിട്ടുകയാണെങ്കിൽ ഇത് വർദ്ധിപ്പിച്ച് തരാനായിട്ട് എനിക്ക് താല്പര്യമുള്ളൂ. കൂടുതൽ ഇത് പഠിപ്പിക്കാനും നിങ്ങൾക്ക് പഠിക്കാനും അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാം. അതിന്റെ എൻ്റെ ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. പറയട്ടെ. അതെ, കുജിബന്റെ വയറിന്റെ ഞാൻ ചെയ്തത്, വയറ് വേദന ഉണ്ട്, അതിപ്പോ മാറിയിട്ടുണ്ട്. താങ്ക് യു. അത് ആ വെള്ളത്തിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, മധുരം പോലെ ആയിരുന്നു അത്. വെരി ഗുഡ്. നല്ല വേദന ഉണ്ടായിരുന്നു വയറിന്റെ റൈറ്റ് സൈഡിലത്, അത് മാറി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോകണ്ടല്ലോ. അത് ഞാൻ സാർ നോട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പോരായിരുന്നു. ഓ യെസ്, കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് അതിനെ പറ്റി. വെരി ഗുഡ്. ഗ്രൂപ്പിൽ തന്നെ നിൽക്കും, ഞാൻ ഡീറ്റെയിൽസ് അതിൽ കൂടുതൽ ഇടുന്നുണ്ട്. സാർ മറ്റേ ഇതിന്റെ ഡീറ്റെയിൽസ് ഇടണ്ടേ നാളെ? ഇടാം. 5 ദിവസത്തെ അത് മറ്റു കോഴ്സാണ്. 5 ദിവസത്തെ ഏതാണ്? വാട്ടറിന്റെ കോഴ്സാണോ അതോ ഇന്റൻസ് ട്രെയിനിങ് ആണോ? അല്ല, ഈ വാട്ടറിന്റെ ഇപ്പൊ പറഞ്ഞില്ലേ? ഓക്കെ, അതിടാം. അത് ഇതുപോലെയല്ലേ? ഓൺലൈനിലാണ് അത്. ഈ സമയം എല്ലാവർക്കും ഓക്കെ ആണോ, സൂട്ടബിൾ ആണോ? കാരണം നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ 11 മണി എന്നുള്ളത് വലിയ പ്രശ്നമാവും ആൾക്കാർക്ക്. ജോലിയുള്ളവർക്കൊക്കെ രാവിലെ എണീറ്റ് പോകണം. അല്ലെങ്കിൽ 9 മണി തൊട്ട് നമുക്കൊരു 10:30 വരെ ടൈം കിട്ടും. ഈവനിങ്. എല്ലാവരും ജോലിയും പല ബിസിനസ്സൊക്കെ ഉള്ളവരായതുകൊണ്ട് കടന്നു വരണ്ടേ. അത് മതി സാറേ, അത് 9 മണി മുതൽ സാറേ.
ഓക്കെ, 9 മണിക്ക്. അത് പ്ലാൻ ചെയ്തിട്ട് എന്ന് തുടങ്ങും എന്നുള്ളതും അതിന്റെ ഫീസ് എത്ര അത് വേണം പറയണം. നോക്കിയിട്ട് ഞാൻ അത് ഫീസ് ഇടാം, നിങ്ങൾക്കത് ആ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കിട്ടിയ നല്ലൊരു താങ്ക് യു ദിവസം, നല്ല ആശംസകൾ. എല്ലാവരും ഹെൽത്തി സാർ ആയിട്ടിരിക്കുക. സാർ താങ്ക് യു സോ മച്ച്. പെൻഡുലം ഹീലിംഗിന്റെ അല്ല 5 ദിവസം ക്ലാസ് എന്ന് പറഞ്ഞത്? അത് ഇന്റൻസ് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 5 ദിവസം കൊണ്ട് മാക്സിമം ഒരു മാസ്റ്റർ ഹീലറിന്റെ എല്ലാ കോഴ്സും പഠിക്കാൻ രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ഉള്ള ക്ലാസ് ആണ്. അത് പെരുമ്പാവൂർ എൻ്റെ കണ്ടിന്യൂ ക്ലിനിക് വെച്ചാണ് നടത്തുന്നത്. ഓഫ്ലൈനാണ്? അത് ഓഫ്ലൈൻ ആണ്. അത് ഓൺലൈനിൽ അതുണ്ട്. ഒരു 4 മാസം കൊണ്ട് അത് തന്നെ ചെയ്തു തീർക്കുന്ന കോഴ്സും അത് തന്നെ ചെയ്യുന്നുണ്ട്. പലവർക്കും പെട്ടെന്ന് പഠിക്കണമെന്നുണ്ട്. ചിലവർ ലീവ് എടുത്ത് ഇതിനു വേണ്ടി വന്ന് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചത്. ഇത് കമ്പൽസറി അല്ല, പഠിക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്. ഒരു ലീവ് എടുത്താണെങ്കിലും 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. എവിടെയാണ് ഓഫീസ്? ഇത് പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ് എൻ്റെ ക്ലിനിക്ക്. എൻ്റെ കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. അവിടെയാണ് ഞാൻ ക്ലാസ്സുകൾ ഇപ്പോൾ നടത്തുന്നത്. ഓൺഗോയിങ് ക്ലാസ്സുകൾ പലതും ഉണ്ട്. അപ്പോൾ ഇത് ഒരു സെപ്പറേറ്റ് ബാച്ചായിട്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും നമുക്ക് ഈ മാസം ഇപ്പോൾ 16 നമുക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്കോടുകൂടി തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏപ്രിലിൽ ഇലക്ഷൻ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കിയിട്ട് വേണം. അതുപോലെ ഗ്രൂപ്പിൽ ചേരുന്നവരോട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടി ഒരു സൂട്ടബിളായ ആൾക്കാർ, ഞാൻ ഒരു 5 പേരുണ്ടെങ്കിൽ ആ ഒരു ബാച്ച് എടുക്കാമെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് ഒരു മിനിമം 5 പേരെങ്കിലും വേണം. ആൾക്കാർ കൂടുന്തോറും അത്രയും നല്ലത്. കാരണം ഹീലിംഗ് എഫക്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ലെവലിൽ 6-7 പേരുണ്ടായിരുന്നു. അവർക്കറിയാം ഹീൽ ചെയ്തത് തന്നെ സ്റ്റുഡൻസ് തന്നെയാണ് ഹീൽ ചെയ്തത്. അവർക്കുണ്ടായ ചേഞ്ചസ് ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് 1-to-1 ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. 1-to-1 എടുക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുടെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. എനർജികളും നിങ്ങൾ പെൻഡിലും പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിലത് ഫീൽ ചെയ്യും. അപ്പോൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈവ് എക്സ്പീരിമെൻസുകൾ നടത്തണം. ബേസിക് ലെവൽ 5 ദിവസമാണ് ക്ലാസ്? ബേസിക്കലി ഒറ്റ ദിവസമാണ്. അത് കഴിഞ്ഞു. ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നു ബേസിക് ലെവൽ. 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ബേസിക് ലെവൽ വെച്ചത് തന്നെ. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള 1 ഡേ സെമിനാറിൽ നമ്മൾ ബേസിക് കോഴ്സ് ചെയ്തിരുന്നു. ബേസിക് കോഴ്സ് പോലും വളരെ ഡീപ്പായിട്ട് പോകുന്ന ഒന്നാണ്. ചക്ര ഹീലിങ്ങുകളും നെഗറ്റീവ് എനർജി ഹീലിങ്ങുകളെല്ലാം തന്നെ അതിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നമ്മളത് പഠിക്കുമ്പോഴാണ്. എന്തെങ്കിലും പെൻഡുലത്തിനെ കുറിച്ച് അറിയുന്ന ആളാണോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. എവിടെയാണ് സ്വദേശം? എവിടെയാണ്? കോഴിക്കോടാണ് സ്വദേശം, നാട്ടിലില്ല. ഓക്കെ ഓക്കെ. കേരളത്തിന് പുറത്താണോ അതോ ഇന്ത്യക്ക് പുറത്താണോ? അതെ, കേരളത്തിന് പുറത്താണ്. അപ്പൊ ലീവ് എന്നാണ് പ്ലാൻ ചെയ്യണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ വരാറുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് UK എന്നെല്ലാം വന്ന് 1 വീക്ക് ചെയ്യുന്നവരുണ്ട്. ആ സമയത്ത് ചില ബാച്ചുകൾ മറ്റു ബാച്ച് വെക്കുമ്പോൾ അത് ഞാൻ ആ രീതിയിൽ ക്ലബ് ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കാനും പറ്റും, അതോടൊപ്പം തന്നെ ബാച്ചിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. ഈ ഇൻറ്റൻസ് കോഴ്സിൻ്റെ കൂടെ സിജിലും കാൻഡിലും, അതിൻ്റെ മേക്കിംഗ്, കാൻഡിലിൻ്റെ പെൻഡുലം വിത്ത് കാൻഡിലും, അതുപോലെ തന്നെ സിജിലും, അതുപോലെ സേക്രഡ് സിമ്പിൾസും എനർജി സിമ്പിൾസിൻ്റെ ക്രിയേഷനും എല്ലാം അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധാരാളം സബ്ജക്ട്സുകൾ കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ അത് താല്പര്യം പറഞ്ഞാൽ മതി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വേറെന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രൊനൗൺസിയേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. കാരണം ആരോടും നോട്ട്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാനത് നാളെ ഇടുകയുള്ളൂ, ഇന്ന് ഇടില്ല ഞാൻ. നാളെ ഇടുകയുള്ളൂ. കാരണം ഞാൻ രാവിലെ തൊട്ട് പല കാര്യത്തിലും ബിസിയാണ്. ഇനിയും സിസ്റ്റത്തിൽ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് 11 മണി വരെ മാക്സിമം ഒന്ന് വെച്ചത്. നാളെ രാവിലെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവരും. നല്ലത് സംഭവിക്കട്ടെ. സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങളിൽ ഉണ്ടാവട്ടെ. വാട്ടർ ഹീലിംഗ് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവട്ടെ.
നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹീലിംഗ് ആയിട്ട് ഒരു ലിവിങ് വാട്ടർ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനെ കൂടുതൽ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഡിവൈൻ നിങ്ങളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.